وما النصر إلا من عند الله العزيز الحكيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ട് നമ്മൾ ഇന്ന് പറഞ്ഞ് കേൾക്കായെന്ന് ഏറ്റ വിഷയം അശ്അരികളും അബുൽ ഹസൻ അൽ അശ്അരി എന്ന പേരിൽ അറിയപ്പെട്ട ആ പണ്ഡിതനും തമ്മിൽ വ്യത്യസ്തമായ രണ്ട് വഴിയിലാണ് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ അശ്അരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളുണ്ട്. അശ്അരി വിശ്വാസക്കാരാണ്. അബുൽ ഹസനുൽ അശ്അരി എന്ന് പറയുന്ന ആ പണ്ഡിതനിലേക്ക് ചേർത്തുകൊണ്ടാണ് അശ്അരികൾ എന്ന് പറയുന്നത്. അറബിയിൽ അങ്ങനെയാണ്. ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ, ആ നാട്ടിലേക്ക് ചേർത്തുകൊണ്ട്. സഊദി എന്ന് പറഞ്ഞാൽ സൗദിയിലേക്ക് ചേർത്തുകൊണ്ട് എന്നതുപോലെ അശ്അരി എന്ന് പറഞ്ഞാൽ അശ്അർ അബുൽ ഹസൻ അൽ അശ്അരി എന്ന പേരിൽ അറിയപ്പെട്ട, അഥവാ അബുൽ ഹസൻ എന്ന് പറയുന്ന പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ പ്രമുഖനായ സഹാബിയായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ആളാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു യമനിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി, ഇൽമു പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരനെയും കൂട്ടിക്കൊണ്ടുവന്ന ആളാണ്. ആ പറയുന്ന അബൂ മൂസൽ അശ്അരി എന്ന് പറയുന്ന സഹാബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് അബുൽ ഹസൻ അൽ അശ്അരി എന്ന് പറയുന്ന ആ പണ്ഡിതൻ. അവരിലേക്ക്, ആ മനുഷ്യനിലേക്ക് ചേർത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രമുഖനായ ആ സഹാബിയുടെ പിന്മുറക്കാരാണ്, ആ മൻഹജിലും അഖീദയിലുമുള്ളവരാണ് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി അശ്അരികളാണ് ഞങ്ങൾ എന്ന് അഭിമാനത്തോടെ പറയലുണ്ട്. യഥാർത്ഥത്തിൽ അശ്അരികൾ എന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, മിസ്റിലുള്ള, ഈജിപ്തിലുള്ള അൽ അസ്ഹർ എന്ന് പറയുന്ന തലക്കനത്തോടുകൂടെ ആളുകളോട് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന അവിടേക്കുള്ള വിശ്വാസം ഈ അശ്അരി വിശ്വാസമാണ്. അവരതിന്റെ വക്താക്കളാണ്, അതിന്റെ പ്രയോക്താക്കളാണ്, അതിന്റെ പ്രബോധകരാണ്. അപ്പൊ അവിടെയൊക്കെ പഠിച്ചു വന്ന ആളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് അഭിമാനം പറയുന്ന അശ്അരികൾ യഥാർത്ഥത്തിൽ അബുൽ ഹസൻ അശ്അരി എന്ന് പറയുന്ന ആ പണ്ഡിതന്റെ വഴിയിലല്ല, മാർഗത്തിലല്ല, മൻഹജിലല്ല, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലല്ല. അവർ അതിൽ നിന്ന് പുറത്താണ് എന്നുള്ള വിശ്വാസമാണ്. ഈ കാര്യം നമ്മൾ പറയുന്നതിന്റെ മുമ്പ് അശ്അരികളായ ആളുകൾ വെച്ചു പുലർത്തുന്ന ചില വിശ്വാസപരമായ, അവരുടെ ആദർശപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് തുടക്കത്തിൽ പറയേണ്ടി വരും. അത് പറഞ്ഞു കേൾക്കുമ്പോ അഖീദത്തുൽ വാസിത്തിയ്യ പോലത്തെ അഖീദയുടെ കിതാബുകൾ പഠിച്ച് കേട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും നിലപാടും മൻഹജും കേട്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് ഏറ്റവും ആദ്യം അറിയും അശ്അരികൾ സലഫികളല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിലല്ല, ഫിർഖത്തുൻ നാജിയത്തിലല്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം ഇവിടെ പറയാൻ ഞാൻ തെരഞ്ഞെടുത്തത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി കഴിഞ്ഞ സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ വായിച്ചു കേട്ടു. ഫിർഖത്തുൻ നാജിയ, അത്വായിഫത്തുൽ മൻസൂറ, അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നികൾ, സലഫികൾ, അഥരികൾ, അഹ്ലുൽ ഹദീസ്, ഈ പേരിലൊക്കെ അറിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട, നരകത്തിൽ നിന്നും ലലാലത്തിൽ നിന്നും സുരക്ഷിതരായ ആ സമുദായം,
അവർ മധ്യ നിലപാടിലായിരിക്കും. അവരുടെ മൻഹജും അഖീദയും അത് സഹീഹായിരിക്കും, ക്ലിയർ ആയിരിക്കും. അതിന് അവർ അവലംബിക്കുന്നത് പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സുന്നത്തുമായിരിക്കും. ആ ഖുർആനും സുന്നത്തും കഴിഞ്ഞുപോയ നമ്മുടെ മുൻ തലമുറകൾ നല്ല സാലിഹീങ്ങളായ സലഫുകളായ സഹാബത്തടക്കമുള്ള താബിഈങ്ങളും താബിഉ താബിഈകളുമായ ഹദീസിന്റെ പ്രമുഖരായ അഇമ്മത്തുകൾ, മദ്ഹബിന്റെ അറിയപ്പെട്ട അഇമ്മത്തുകൾ, അവർ സ്വീകരിച്ച ആ വഴി, അത് സ്വീകരിച്ച അവരുടെ അഖീദയും മൻഹജുമായിരിക്കും ഈ തായിഫത്തുൽ മൻസൂറൻ, അവരുടെ അഖീദയും അവരുടെ മൻഹജും. ആ സുരക്ഷിതരായ ലലാലത്തിൽ നിന്ന്, ഈ ലോകത്തുള്ള ലലാലത്തിൽ നിന്ന്, വഴികേടിൽ നിന്ന്, പരലോകത്തുള്ള നരക ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നൊക്കെ സുരക്ഷിതമായ അവർ മധ്യ നിലപാടിലായിരിക്കും, ഏറ്റവും നല്ല നിലപാടിലായിരിക്കും. അള്ളാഹുവിന്റെ സിഫാത്തിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ ഉത്തമമായ നാമങ്ങളുടെയും ഉന്നതമായ വിശേഷണങ്ങളുടെ കാര്യത്തിൽ ആ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന, അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളില്ല, ഉന്നതമായ വിശേഷണങ്ങളില്ല എന്ന് വിശ്വാസം എന്നുള്ള ആദർശം വെച്ചു പുലർത്തുന്ന ജഹമുബിന് സഫ്വാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ജഹമികൾ എന്ന പേരിൽ അവന്റെ അനുയായികൾ അറിയപ്പെടും. അള്ളാഹുവിന് ഈ പറയുന്ന ഉത്തമമായ നാമങ്ങൾ, ഉന്നതമായ വിശേഷണങ്ങളില്ല എന്ന് ജഹമുബിന് സഫ്വാൻ അവന്റെ അനുയായികളിൽപ്പെട്ട പലർക്കും ആ വിശ്വാസമുള്ളവരാ. മുഅ്തസിലത്ത് പല പ്രാവശ്യവും നമ്മൾ അവരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, വഴിപയച്ച കക്ഷികൾ എന്നുള്ള നിലക്ക്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ, അതുപോലെ തന്നെ ഹദീസിന്റെ അഇമ്മത്തുകളെ, ശരിയായ മൻഹജിലും അഖീദയിലുമുള്ള ആളുകളെ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന പേച്ച ഒരു വാദഗതി കൊണ്ടുവരികയും ഭരണാധികാരികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിന്റെ സ്വാധീനം കൊണ്ട് മഹാന്മാരായ ഈ അഇമ്മത്തുകളെ പ്രയാസപ്പെടുത്തിയ മുഅ്തസിലത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മുഅ്തസിലത്തിന്റെ ശിഷ്യന്മാരായ അബു അലിയുൽ ജുബ്ബായി പോലത്തെ, ഞാൻ കഴിഞ്ഞ എന്റെ സദസ്സിൽ വെച്ച് പറഞ്ഞിരുന്നു, ഇബ്നു കുല്ലാബിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് അബുൽ ഹസൻ അശ്അരി റഹ്മഹുള്ള ഇൽമു പഠിച്ചു. അതിന് കാരണം അബുൽ ഹസൻ അശ്അരിയുടെ മാതാവിനെ വിവാഹം കഴിച്ച ആള് ഇബ്നു കുല്ലാബായിരുന്നു എന്നുള്ളത്. അതല്ല ശരി, എന്റെ അശ്രദ്ധ കൊണ്ട് പറഞ്ഞതാണ്. അബു അലിയുൽ ജുബ്ബായി എന്ന് പറയുന്ന മുഅ്തസിലി പണ്ഡിതനായ ആ മനുഷ്യൻ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനെ രണ്ടാമത് വിവാഹം കഴിച്ചു. അപ്പോ ആ ഒരു ബന്ധത്തില് അബു അലിയുൽ ജുബ്ബായി മുഅ്തസിലി വിശ്വാസത്തിലുള്ള പ്രമുഖനായ പണ്ഡിതനായിരുന്നു. ആ മനുഷ്യനിൽ നിന്ന് അബുൽ ഹസൻ അശ്അരി റഹ്മഹുള്ള മുഅ്തസിലി വിശ്വാസം സ്വീകരിച്ചു. 40 വർഷം അബുൽ ഹസൻ അശ്അരി മുഅ്തസിലി വിശ്വാസത്തിലായിരുന്നു. മുഅ്തസിലികൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഒരുപാട് വിശേഷണങ്ങളെ നിഷേധിക്കുന്ന, ലലാലത്തിന്റെ ഒരുപാട് വഴികേടുകളുള്ള അവരുടെ വിശ്വാസത്തിൽ 40 വർഷം. അങ്ങനെ പിന്നീട് മുഅ്തസിലികളുടെ വിശ്വാസങ്ങൾ പലപ്പോഴും തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന്മാരിൽ നിന്ന്, മശായിഖന്മാരിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലാതെ വന്നപ്പോ അദ്ദേഹം മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, അബുൽ ഹസൻ അശ്അരി. അങ്ങനെ പിന്നീട് അദ്ദേഹം ഇബ്നു കുല്ലാബി എന്ന് പറയുന്ന ബസറക്കാരനായ പ്രമുഖനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരുപാട് ഇൽമ അദ്ദേഹത്തിനുമുണ്ടായിരുന്നു, പക്ഷെ ലലാലത്തുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഉത്തമമായ വിശേഷണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സ്വഭാവമുണ്ടായിരുന്നു. മുഅ്തസിലികൾക്ക് അദ്ദേഹം വളരെ ശക്തമായി മറുപടി കൊടുക്കുന്ന ആളായിരുന്നു, അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, ഖുർആനും സുന്നത്തും ഉപയോഗിച്ചുകൊണ്ടല്ല. ആ പറയുന്ന ഇബ്നു കുല്ലാബിന്റെ ആദർശത്തിൽ കുറച്ചു കാലം കഴിച്ചുകൂട്ടി അബുൽ ഹസൻ അശ്അരി. അതിന്റെ ശേഷം സത്യാന്വേഷിയായ ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗം കാണിച്ചു കൊടുത്തു. അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാം അഹ്ലുസുന്ന എന്ന് പറയുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അതുപോലത്തെ സലഫുകളായ അഇമ്മത്തിന്റെ ശരിയായ മൻഹജിലേക്ക് ജീവിതത്തിന്റെ അവസാന കാലം അദ്ദേഹം തിരിച്ചു വരികയാണ് ചെയ്തത്. വ്യക്തമായ ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടെ ഗ്രന്ഥങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കിത് കാണാൻ കഴിയും. ഞാനിവിടെ പറഞ്ഞത്, ഈ പറയുന്ന അശ്അരികളായ ആളുകൾ അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്തസിലി വിശ്വാസത്തിൽ നിന്ന് പോന്ന് ശരിയായ സലഫി സുന്നി വിശ്വാസത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് കഴിച്ചുകൂട്ടിയ ഇബ്നു കുല്ലാബി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആദർശത്തിൽ കഴിഞ്ഞു പോയിരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന നിലപാടുകൾ, പറഞ്ഞ കാര്യങ്ങൾ, അത് വെച്ചു പുലർത്തുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് അശ്അരികൾ എന്ന് ലോകത്ത് അറിയപ്പെടുന്നവർ. അവര് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാ എന്ന് പറയാൻ യാതൊരു അർഹതയും യോഗ്യതയും അവർക്കില്ല.
അതുപോലെ തന്നെ അശ്അരികൾ എന്ന് പറയാനും അവർക്ക് യാതൊരു അർഹതയുമില്ല. കുല്ലാബികൾ എന്ന പേരിലാണ് അവരറിയപ്പെടേണ്ടത്. മുസ്ലിം ഉമ്മത്തിനെ വഴിപയപ്പിക്കാൻ മഹാനായ ഈ സഹാബിയുടെ പിൻതലമുറയിൽപ്പെട്ട അബുൽ ഹസൻ അശ്അരി എന്ന് പറയുന്ന പ്രമുഖനായ ഈ പണ്ഡിതന്റെ അനുയായികളാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ, മുതലെടുക്കാൻ വേണ്ടി കള്ളത്തരം വഞ്ചനയും പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ചതിക്കുന്ന ഒരു വിഭാഗമാണ് അശ്അരികൾ എന്ന് പറയുന്നത്. ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അശ്അരികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ടവരല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിനോട്, അഖീദയോട് പല കാര്യത്തിലും അവർക്ക് വൈരുദ്ധ്യങ്ങളുണ്ട്. ഉദാഹരണം, അഹ്ലുസുന്നത്തി വൽ ജമാഅ നമ്മുടെ അഖീദത്തുൽ വാസിത്തിയിൽ തുടർന്നു വരുന്ന ദർസുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ വ അമലുൻ യസീദു ബിത്വാഅതി വ യൻഖുസു ബിൽ മഅസിയ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അതാണ്. ഈമാൻ എന്ന് പറഞ്ഞ വിശ്വാസം, നമ്മുടെ ഈമാൻ, ഇസ്ലാം എന്ന് പറഞ്ഞ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൽ വാക്കുണ്ട്, നാവ് കൊണ്ടുള്ള വാക്ക്, ഹൃദയം കൊണ്ടുള്ള സംസാരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മറ്റ് അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമുണ്ട്. ഖൗലുൻ വ അമലുൻ, അതിൽ വാക്കുകളുണ്ട്, പ്രവൃത്തിയുണ്ട്. യസീദു ബിത്വാഅതി വ യൻഖുസു ബിൽ മഅസിയ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പാപകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ നിലയ്ക്ക് ഈമാനെ മനസ്സിലാക്കിയ ആളുകൾ അവരിൽ നിന്ന് ചെറുതും വലുതുമായ പാപങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് പേടി കൂടും, എന്റെ ഈമാന് കുറഞ്ഞുപോയി എന്നുള്ള ഉത്കണ്ഠ. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ആവേശവും ഉന്മേഷവും കൂടും, എന്റെ ഈമാന് വർദ്ധിക്കുന്നു, എനിക്ക് ഉയർച്ച കിട്ടുന്നു എന്നുള്ളത്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈമാനെ കുറിച്ചുള്ള അവരുടെ മനസ്സിലാക്കൽ ഇതാണ്. അതിനെക്കുറിച്ച് പറയുന്നതും വിശ്വസിക്കുന്നതും ഇതാണ്. യഥാർത്ഥത്തിൽ അശ്അരികൾ അവർ ഈമാനിനെ കുറിച്ച് പറയുന്നത് തസ്ദീഖുൽ ഖുലൂബ്, മനസ്സിൽ വിശ്വാസമുണ്ടായാൽ മതി, പ്രവർത്തനം എന്തായാലും വിരോധമില്ല എന്നുള്ളത്. മനസ്സിൽ വിശ്വാസമുണ്ടായാൽ മതി. ഈ പറയുന്ന വിശ്വാസമുണ്ടായാൽ പാപകരമായ കാര്യങ്ങൾ ഒരാൾക്ക് പറ്റുന്നതിന് യാതൊരു പേടിയും അവനില്ല. വിശ്വാസമുണ്ട്, അവൻ മുസ്ലിമാണ്, സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇതാണ് വ്യത്യാസം. എന്തുകൊണ്ട് ഈമാൻ ഖൗലുൻ വ അമലുൻ എന്ന് പറഞ്ഞു? ഹൃദയം കൊണ്ടുള്ള വിശ്വാസം. എന്താ അതിലുള്ള വ്യത്യാസം? എന്താ അതുകൊണ്ടുള്ള അപകടം? ഏറ്റവും ചുരുങ്ങിയ നിരക്ക് മനസ്സിൽ വിശ്വാസമുണ്ടായാൽ അവൻ മുഅ്മിനായി എന്ന് അശ്അരികൾ പറയുന്നു. അവരുടെ ആദർശം അതാണ്, തസ്ദീഖുൽ ഖൽബ്. ജഹം ഇബ്നു സഫ്വാൻ എന്ന് പറയുന്ന വഴിപയച്ച ആ മനുഷ്യന്റെ വിശ്വാസം അൽ മഅരിഫ, ഈമാൻ എന്നാണ്, അറിഞ്ഞാ മതി. അബൂ താലിബ് അറിയുന്ന ആളായിരുന്നു, ഫിർഔൻ അറിയുമായിരുന്നു, അബൂജഹലിനെ അറിയുമായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് ആരാധനക്കർഹൻ അവനാണ്, സൃഷ്ടാവ് അവനാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് അവർക്ക് അറിയുമായിരുന്നു. ജഹം ഇബ്നു സഫ്വാൻ എന്ന് പറഞ്ഞ വഴിപയച്ച മനുഷ്യന്റെ വിശ്വാസം അനുസരിച്ച് അവരൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണെന്ന് പറയേണ്ടി വരും. ഈ പറയുന്ന അശ്അരികളുടെ വിശ്വാസം തസ്ദീഖുൽ ഖൽബ്, മനസ്സിൽ വിശ്വാസമുണ്ടായി. അബൂ താലിബിന് അത് വിശ്വാസമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഏറ്റവും നല്ല ആദർശമാണ് എന്നുള്ള വിശ്വാസം ആ മനുഷ്യനുണ്ടായിരുന്നു. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന, മുഹമ്മദ് കൊണ്ടുവന്ന ദീൻ, ആദർശം ഈ ലോകത്താളുകൾ കാഴ്ചവെച്ച ആദർശങ്ങളിൽ ഏറ്റവും ഉത്തമമാണ് എന്ന് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്, ഉറപ്പുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞതാ മരിക്കാൻ കാലത്ത് അബൂ താലിബ്. പിന്നെ എന്തുകൊണ്ട് മുസ്ലിമായില്ല? എന്തുകൊണ്ട് ഈ ആദർശം സ്വീകരിച്ചില്ല? ലൗലൽ മലാമത്തു ഔ ഹിദാറു മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബീന. ആളുകൾ കുറ്റപ്പെടുത്തൂല എന്നുണ്ടെങ്കിൽ, വയസ്സാം കാലത്ത് തന്റെ ദീൻ മാറി, മതം മാറി, ജനങ്ങളിടയിൽ ചീത്തപ്പേരുണ്ടാകൂല എന്നുണ്ടെങ്കിൽ, അബ്ദുൽ മുത്തലിബിന്റെ പിതാമഹന്മാരുടെ ആദർശത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളൊരു ചീത്തപ്പേര് കുടുംബത്തിന് വഷളത്തരുണ്ടാകൂല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ആദർശം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്ന് അബൂ താലിബ് പറഞ്ഞു. അബൂ താലിബ് നരകത്തിലെ സഹിഹായ ഹദീസുകളുണ്ട്. നരകത്തിൽ ഏറ്റവും ലളിതമായ ശിക്ഷക്കർഹനായ മനുഷ്യൻ അബൂ താലിബ്. ഒരു ചെരുപ്പിന്റെ വാറാണ്, പക്ഷേ അത് ധരിച്ചാൽ തലച്ചോറ് പോലും ചുട്ട് പഴുത്ത് തളച്ചുമറിയും. ഇത്തരം കർശനമാണ്. പക്ഷേ ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് നരകം തൊടുകയില്ല. ചുരുക്കത്തിൽ ഈ പറയുന്ന അശ്അരികളായ ആളുകൾ പറയുന്നു മനസ്സിൽ വിശ്വാസം ഉണ്ടായാൽ മതി. അഹ്ലുസുന്ന പറയുന്നു അൽ ഈമാനു ഖൗലുൻ വ അമലുൻ യസീദു ബിത്വാഅതി വ യൻഖുസു ബിൽ മഅസിയ. ഈ പറയുന്ന അഹ്ലുസുന്നക്ക് ഇത് പറയാൻ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകളുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും. ഇതുപോലെ ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. ഈ പറയുന്ന സദസ്സിൽ അത് മുഴുവനും വിശദീകരിക്കാൻ സാധ്യമല്ല. അതേപോലെ അശ്അരികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സിഫാത്തുകളുടെ കൂട്ടത്തിൽ 7 എണ്ണത്തിനെ അവർ അംഗീകരിക്കുകയുള്ളൂ. 7 സിഫാത്തുകൾ. അഖീദത്തുൽ വാസിത്തിൽ നമ്മൾ ഒരുപാട് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞു, കേട്ടു, പഠിച്ചു. അവർ 7 എണ്ണം: ജീവൻ, ഹയാത്ത്, അറിവ്,
ഖുദ്റത്ത്, ഇറാദത്ത്, സംഅ്, ബസർ, കലാം, ഈ പറയുന്ന സിഫാത്തുകളെ സിഫാത്തുൽ മആനി എന്ന പേരിലാണ് അവർ വിശേഷിപ്പിക്കുക. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ആകാശത്തിൽ നിന്ന് ദുന്യവി ആകാശത്തിലേക്ക് ഇറങ്ങി വരും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും, ചിരിക്കും, ദേഷ്യപ്പെടും. ഇതൊക്കെ നമ്മൾ അഖീദത്തുൽ വാസിതിൽ ഖുർആനിന്റെ ഹദീസിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കേട്ടതാണ്. ഇവർ പറയും മറ്റുള്ള വിശേഷണങ്ങളൊക്കെ അതിനെ ഒന്നിരിക്കൽ ദുർവ്യാഖ്യാനം ചെയ്യണം. തഅ്വീൽ എന്നുള്ള വാമന പേര് പറയും, തഹരീഫാണത്, ദുർവ്യാഖ്യാനമാണ്. അതല്ലെങ്കിൽ തഫ്വീൽ, അതിന്റെ അർത്ഥം ആശയം ഒന്നും നമുക്ക് അറിയന്നല്ല, നമുക്കതിന്റെ അർത്ഥം ആശയമൊന്നും അറിയന്നല്ല എന്ന് പറയും. നമ്മൾ പറഞ്ഞത് അതിന്റെ അർത്ഥം ആശയം നമുക്കറിയും, പക്ഷേ അതിന്റെ രൂപം നമുക്കറിയില്ല എന്ന് അഹ്ലുസുന്ന പറയുന്നത്. അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞത് ഉയരുക എന്ന് പറഞ്ഞ ഇസ്തിവാ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം നമുക്കറിയപ്പെട്ടതാണ്. വൽ കൈഫു മജ്ഹൂലുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മേലെയായി പറഞ്ഞ ആ രൂപം, അതിന്റെ ആകൃതി നമുക്കറിയില്ല. ഇതാ അഹ്ലുസുന്നന്റെ അഖീദ വിശ്വാസം. അതാ ഇവര് പറയും നമുക്കത് തീരെ അറിയില്ല, അർത്ഥം അറിയില്ല, ആശയം അറിയില്ല, അള്ളാഹ് പറഞ്ഞു എന്നുള്ള. നമുക്കറിയാത്ത ഒരുപാട് വാക്കുകൾ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, തിരിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനവര് ജൗഹറത്ത് തൗഹീദ് എന്ന് പറയുന്ന അവർക്കുള്ള പ്രമുഖമായ ഒരു കിതാബ് ഇതൊക്കെ പരാമർശിക്കുന്ന കിതാബുണ്ട്. അവരതിൽ പറഞ്ഞു വകുല്ലു നസ്സിൻ ഔഹമത് തശ്ബീഹ അവ്വിൽഹു ഔ ഫവ്വിൽ വറും തൻസീഹ, അള്ളാഹു അവന്റെ സൃഷ്ടികളോട് തുല്യരാകുമെന്ന് തോന്നൽ വരുന്ന, അങ്ങനത്തെ ഒരു സൂചന തോന്നുന്ന, അങ്ങനെ സത്യത്തിൽ അവർക്കേ സൂചനയുള്ളൂ, നമുക്കില്ല, അങ്ങനെ തോന്നുന്ന ഏത് രേഖകളാണെങ്കിലും ഒന്നിരിക്കലിനെ ദുർവ്യാഖ്യാനം ചെയ്യണം, തഅ്വീൽ ചെയ്യണമെന്നാണ് അവർ പറയാ. ദുർവ്യാഖ്യാനമാണത്. ഖുർആനും സുന്നത്തിലോ കഴിഞ്ഞു പോയ സലഫുകളായ അഇമ്മത്തുകളോ അങ്ങനത്തെ രീതി സ്വീകരിച്ചിട്ടില്ല. തഅ്വീൽ ചെയ്യണം. അതല്ലെങ്കിൽ ഔ ഫവ്വിൽ, അതല്ലെങ്കിൽ അതിന്റെ അർത്ഥം ആശയം നമുക്ക് തിരിയില്ല, അത് അള്ളാഹിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കയ്യൊഴിയണം. വറും തൻസീഹ, അള്ളാഹുവിനെ പരിശുദ്ധനാക്കലാണ് എന്റെ ഉദ്ദേശം. നീയത്ത് ക്ലിയർ ആക്കിക്കള, അള്ളാഹുവിനെ പരിശുദ്ധനാക്കാണ്. ഇത് പറഞ്ഞ സൃഷ്ടികളോട് തുല്യമായി എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ സദസ്സുകൾ കേട്ടു. അൽ ഖുർആനു കലാമുല്ലാഹ് മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്. ആ പറയുന്ന ആദർശത്തിന്റെ പേരിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിനെ പോലത്തെ അയിമ്മത്തുകൾ സഹിച്ച ദുരിതങ്ങള്, കഷ്ടപ്പാടുകൾ, പീഡനങ്ങള്, അത് നമ്മൾ വായിച്ചു കേട്ടു. അള്ളാഹുവിന്റെ ഖുർആൻ കലാമുല്ലാഹിനെ കുറിച്ച് അഹ്ലുസുന്നത്തി പറയുന്നു ബിസൗത്തിൻ വഹർഫിൻ, അതിന് ശബ്ദമുണ്ട്, അതിന് അക്ഷരങ്ങളുണ്ട്. ആരാടാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു അവർക്കത് കേൾക്കാൻ കഴിയും. അങ്ങനത്തതാണ്. അശ്അരികൾ പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാബ് ബിഗൈരി ഹർഫിൻ വലാ സൗത്ത്, അതിന് അക്ഷരങ്ങളില്ല, അതിന് ശബ്ദങ്ങളില്ല, അത് നഫ്സിയായതാണ്, അള്ളാഹു മനസ്സിൽ പറഞ്ഞതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിൽ പറഞ്ഞതാണ്. പുറത്തേക്ക് കേൾക്കുന്നത് അത് ഖുർആനിന്റെ അതിന്റെ ഒരു സൂചനയാണ്, അതല്ലെങ്കിൽ അതിന്റെ രൂപമാണ്, അതിന്റെ അസ്ലി ഒറിജിനലല്ല, ഹഖീഖത്തല്ല. എന്നിട്ട് അഖ്തൽ എന്ന് പറയുന്ന ഒരു നസാറ കാഫിറായ ഒരു മനുഷ്യന്റെ ഒരു പദ്യം അതിന് തെളിവ് കൊണ്ടുവന്നു. അഹ്ലുസുന്ന പറയുന്നു പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അവനിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, അത് അള്ളാഹുവിന്റെ മഖ്ലൂഖ് സൃഷ്ടിയല്ല. ഖിയാമത്ത് നാൾ അള്ളാഹുവിലേക്ക് അത് മടങ്ങിപ്പോകും. അതിന് ഖുർആനിലും ഹദീസിലുമുള്ള ധാരാളം തെളിവുകൾ പറഞ്ഞു അഹ്ലുസുന്ന. ഇവര് പറയുന്നു ഖുർആൻ അള്ളാഹുവിന്റെ മനസ്സിൽ മാത്രമുള്ളതാണ്, അതിന് ശബ്ദം, അതിന് അക്ഷരങ്ങളൊന്നുമില്ല. തെളിവ് കാഫിറായ നസാറയായ ഒരു മനുഷ്യന്റെ ഒരു പദ്യം കൊണ്ടുവന്നു. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. കലാം എന്ന മനസ്സിലുള്ളതാണ്, മനസ്സിലാണ് അതുള്ളത്. നാവിനെ പിന്നെ അതിന്റെ മേൽ ഒരു വഴികാട്ടിയായിട്ട്, ഒരു ഗൈഡായിട്ട് കൊണ്ടുവന്നതാണ്. യഥാർത്ഥത്തിൽ നാവ് കൊണ്ട് പറയുന്നത് അതിന്റെ ഒറിജിനലല്ല, അതിന്റെ അസ്ൽ അതല്ല. ഇതിനൊരു കാഫിറായ നസാറാക്കളിൽപ്പെട്ട അഖ്തൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു പദ്യം അതിന് തെളിവ് കൊണ്ടുവന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നത് നമ്മൾ അഖീദത്തുൽ വാസിൽ വായിച്ചു കേട്ടു. ഉന്നതനായ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന വിഷയത്തില്, അവൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടികളോട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങള്, ആ കാര്യങ്ങൾ അവൻ സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിച്ചു നമ്മള്. അതേപോലെ തന്നെ അള്ളാഹു അവൻ എവിടെയാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയും അവൻ ഉപരിലോകത്താണ്. ഹദീസുകൾ തെളിവുകൾ, ആയത്തുകൾ തെളിവ് ധാരാളം നിങ്ങൾ കേട്ടു. ഇവര് പറയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു ഭാഗത്തിലേക്ക് ചേർത്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല. ഇസ്തിവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് തിരിയില്ല. അത് മേൽഭാഗമാണോ, ഉയർച്ചയാണോ, എവിടെയും അടങ്ങിയിരുന്നതാണോ എന്ന് അറിയൂല. അതിനും തന്നെ അഖ്തൽ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഒരു പദ്യം അവർ തെളിവ് കൊണ്ടുവന്നു. ഖദിസ്തവാ ബിശ്റുൻ അലൽ ഇറാഖി, ഇറാഖിന്റെ മേൽ ബിശ്ർ അധികാരം നടത്തി. എന്നിട്ട് അർറഹ്മാനു അലൽ അർശിസ്തവ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മേൽ അധികാരം നടത്തി എന്നാണ് അതിന്റെ അർത്ഥം. തെളിവ് അവർ പറയുന്നത്
ഖദിസ്തവാ ബിശ്റുൻ അലൽ ഇറാഖി, ബിശ്ർ എന്ന് പറയുന്ന ഗവർണർ മനുഷ്യൻ ഇറാഖിന്റെ മേൽ അധികാരം നടത്തി. മിൻ ഗൈരി സൈഫിൻ വലാദ മിൻ മുഹറാഖി, വാളുപയോഗിക്കാതെ ആയുധം ഉപയോഗിക്കാതെ ആടുകളുടെ രക്തം ചിന്താതെ എന്ന് പറഞ്ഞ ഈ പദ്യത്തിൽ ഇസ്തവ എന്ന് പറഞ്ഞ അധികാരം നടത്തിയെന്ന് ആരെ പറഞ്ഞു? നസാറാക്കളിൽപ്പെട്ട കുഫാറുകളിൽപ്പെട്ട ഒരു കാഫിറായ മനുഷ്യൻ അഖ്തൽ. അതല്ല അതുപോലത്തെ വേറൊരാളാണെങ്കിലും ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ തെളിവില്ല. അഹ്ലു സുന്ന പറഞ്ഞു അർ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറയുന്നതിനുള്ള അറബി ഭാഷയിലും സലഫുകളായ അഇമ്മത്തിന്റെയും തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടിമ സ്ത്രീയോട് ചോദിച്ചു, ഐനല്ലാഹ്, ഐന എന്ന് പറയുന്ന അറബി വാക്ക് എവിടെയാണ് എന്നുള്ളത് ചോദിക്കാനാണ്. അതറിയപ്പെട്ടതാണ്, സുപരിചിതമാണ്, പ്രസിദ്ധമാണ്. ഇതിന്റെ പുറമെ അശ്അരികള് ഖബറുൽ വാഹിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകൾ ഒന്നിരിക്കലും മുത്തവാത്തിർ എന്നാൽ ഒരുപാട് ആളുകൾ കളവിന്റെ മേൽ ഒത്ത് യോജിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തത്, അതല്ലെങ്കിൽ അതിന് എതിരായ ഖബറുൽ വാഹിദ് എന്നുള്ള പേര് അറിയപ്പെടുന്ന പല വിഭാഗങ്ങളും. ഈ ഖബറുൽ വാഹിദ് വിശ്വാസപരമായ കാര്യങ്ങളിൽ അതിനെ അവലംബിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ധാരാളം ഖബറുൽ വാഹിദാണ്, മുത്തവാത്തിർ വളരെ കുറവാണ്. കുറഞ്ഞ ആളുകൾ റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസുകൾ, അതിനെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റൂല. ഹാഫിദ് ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞ ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഫഖ്റുദ്ദീൻ റാസി, ആ മനുഷ്യൻ അശ്അരികളുടെ നേതാവായി ഇമാം അമ്മ തമസ്സുകു ബി ഖബറിൽ വാഹിദ് ഫീ മഅരിഫത്തില്ലാഹ് ഫഗൈറു ജാഹിസിൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസ കാര്യങ്ങളിൽ മറഞ്ഞ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഖബറുൽ വാഹിദ് അതും പിടിക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക, സ്വീകരിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഈ പറയുന്ന മിസ്രിലുള്ള ഷെയ്ഖുൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന പ്രമുഖനായ ഷെൽത്തൂത്ത്, ആ മനുഷ്യൻ പറഞ്ഞു, നുസൂസുൽ ഉലമാഇ വൽ മുതകല്ലിമീന വൽ ഉസൂലിയീൻ, പണ്ഡിതന്മാരിൽ നിന്നുള്ള രേഖകൾ, മുതകല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഉസൂലികൾ എന്ന് പറഞ്ഞാൽ അറബി നസ്സുകളും കാര്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മുജ്തമിഈൻ, അവരെല്ലാവരും ഏകാഭിപ്രായമാണ് അല അന്ന ഖബറുൽ ആഹാദ് ലാ യുഫീദുൽ യഖീൻ, ഖബറുൽ ആഹാദ് അത് നമുക്ക് വിശ്വാസം അതിൽ കിട്ടൂല, നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല, യഖീന് പറ്റൂല, അതിൽ നിന്ന് കിട്ടുന്ന ഇൽമ് നമുക്ക് വിശ്വസിക്കാനും ഉറപ്പിക്കാനും പറ്റൂല. അതുകൊണ്ട് ഫലാ തുസ്ബത്ത് ബിഹിൽ അഖീദ, അതുകൊണ്ട് ഒരു വിശ്വാസത്തിനെ സ്ഥിരീകരിക്കാൻ കഴിയൂല. അശ്അരികളുടെ വിശ്വാസത. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം യമനിലുള്ള ആളുകൾക്ക് ദഅവത്തിന് വേണ്ടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ച സഹീഹായ ഹദീസുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരൊറ്റൊരാൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരൊറ്റൊരു സഹാബിനാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നത് ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, കിതാബ് നൽകപ്പെട്ട ആളുകളുടെ അടുത്തേക്കാണ് മുആദേ നീ പോകുന്നത്. അവരുടെ അടുത്തേക്ക് നീ ചെന്നു എന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് പഠിപ്പും വിവരമുണ്ട്, കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയുന്നവരെ വിഡ്ഢികളടുത്തേക്കല്ല പോണ്, കരുതൽ വേണം. അവർ വലാലത്തും ശുബ്ഹാത്തും മുന്നിൽ കൊടുന്നിടും, തയ്യാറെടുപ്പോട് കൂടെ പോകണം. അതുകൊണ്ട് ഫഅവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ആദ്യം അവിടെ ചെന്ന് ദഅവത്ത് തുടങ്ങേണ്ടത്, അവരെ നീ ക്ഷണിക്കേണ്ടത് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിലേക്ക്. ഇതിലേറെ വലിയ കലിമത്തേതാ, ഇതിലേറെ വലിയ വിശ്വാസമേതാ, ആദർശമേതാ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത് ഒരൊറ്റ സഹാബിയെ. ഇതുപോലത്തെ ധാരാളം തെളിവുകളുണ്ട്. ഖബറുൽ വാഹിദ് വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റും, അവലംബിക്കാൻ പറ്റും എന്നുള്ളതിന് അഹ്ലു സുന്നക്ക് ഒരുപാട് തെളിവുകളുണ്ട്, രേഖകളുണ്ട്. ഇവർ പറയുന്നു ഖബറുൽ വാഹിദ് പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു? കാരണം വിശ്വാസപരമായി ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെട്ടു വന്നത് ഇതുപോലത്തെ ഹദീസുകളില്ല. അപ്പൊ ഹദീസിനെ ആദ്യം തന്നെ തള്ളി ഒഴിവാക്കിയാൽ ഖബറുൽ വാഹിദിനെ പറ്റൂല എന്ന് പറഞ്ഞാൽ അതുപോലത്തെ രേഖകൾ മുഴുവനും പിന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ള അവിടേക്ക് എത്തിപ്പെടും. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചില ആളുകൾ ഒരുപാട് ആളുകളെ നമ്മളോട് പറ്റൂല എന്ന് പറഞ്ഞോട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റൂല, പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ പറ്റുന്ന ആളുകൾ എന്നുള്ളത് ഒരു ധ്വനി ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് അധ്വാനം കുറഞ്ഞു കിട്ടും. ഈ പറയുന്ന അശ്അരികളൊക്കെ എടുത്ത ഇതുപോലത്തെ കൗശലങ്ങൾ അതുപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഖബറുൽ വാഹിദ് പറ്റൂല. അതേപോലെ തന്നെ അവരുടെ മറ്റൊരു വിശ്വാസം തഖ്രീറുഹും അന്നന്നസ്സ ലാ യുഫീദുൽ യഖീൻ, നസ്സ് ഖുർആനും സുന്നത്തും അതിൽ നിന്ന് നമുക്ക് യഖീന് കിട്ടൂല. നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചു വരണം കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധിക്ക് തോന്നണം, ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതേ അതുകൊണ്ടേ നമുക്ക് ശരിക്കുള്ള ഉറപ്പും വിശ്വാസം കിട്ടുള്ളൂ. മറ്റേത് ഖുർആനിൽ വന്നു, ഹദീസിൽ വന്നു, അതിൽ സംശയം ഉണ്ടാകും, നമുക്ക് അതിൽ അവ്യക്തത ഉണ്ടാകും. അവരുടെ വിശ്വാസമാണിത്. ഇതിനൊക്കെ ഒരുപാട് അവരുടെ ഗ്രന്ഥങ്ങളും തെളിവുകളും അതിൽ നിന്നൊക്കെ ഇത് വളരെ വ്യക്തമാണ്. റാസിയുടെ വാക്കുകളുണ്ട്. ഖാല
അൻ യുസദ്ദിഖ ലവാഹിറു നഖ്ലിയ വയുകദ്ദിബ ലവാഹിറു അഖ്ലിയ വദാലിക ബാത്തിലുൻ. നഖ്ലിയാൽ റിപ്പോർട്ട് ചെയ്തു വന്ന ഖുർആന്, സുന്നത്ത് ഇതുപോലെ തന്നെ ഒരാൾ വിശ്വസിക്കുക. ബുദ്ധി കൊണ്ട് കിട്ടുന്ന ആ സത്യങ്ങളെ ഒരാൾ അതിനെ കളവാക്കുക, തള്ളുക, അതൊരിക്കലും സാധ്യമല്ല, അത് ബാത്തിലാണ്. നമുക്ക് ഈ പറയുന്ന രേഖകളിൽ കൂടെ കിട്ടിയത് നമ്മുടെ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ അത് സ്വീകരിക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും എന്നുണ്ടെങ്കിലേ നമുക്കത് അംഗീകരിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ജുവൈനി, അവരുടെ മഹാനായ പ്രമുഖനായ അവർ പണ്ഡിതനാണ്, അവർക്കൊക്കെ ഇതുപോലത്തെ വാദങ്ങളുണ്ട്. ഈ പറയുന്ന വാദങ്ങളും ആദർശങ്ങളും ഒക്കെയാണ് ഈ അശ്അരികൾ കൊണ്ടു നടക്കുന്നത്. അതിൽപ്പെട്ട വളരെ കുറഞ്ഞതാണ്. ചുരുക്കത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ അഖീദയിൽ നിന്ന് ഒരുപാട് വൈരുദ്ധ്യത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അശ്അരികൾ. ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞതിന്റെ ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അബുൽ ഹസൻ അൽ അശ്അരി എന്ന് പറയുന്ന ആ പണ്ഡിതനും ഇന്ന് ലോകത്ത് കാണുന്ന അശ്അരികളും വ്യത്യസ്തമായ രണ്ട് മാർഗങ്ങളിലാണ്, വഴികളിലാണ്. ഞാൻ പറഞ്ഞതുപോലെ അബുൽ ഹസൻ അശ്അരി എന്ന് പറയുന്ന ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാം അഹ്ലുസുന്നയായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ മാർഗത്തിലാണ്, അവരുടെ ആദർശത്തിലും വിശ്വാസത്തിലുമാണ് എന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞതാ. അദ്ദേഹം ബസറയിലോ കൂഫയിലുള്ള ഇറാഖിലുള്ള പള്ളിയിൽ നിന്ന് മിമ്പറുടെ മുകളിൽ കയറിക്കൊണ്ട് ദിവസം വെള്ളിയാഴ്ച ദിവസം പരസ്യമായ ആളുകളുടെ മുന്നിൽ പറഞ്ഞതാ. അദ്ദേഹം ധരിച്ചിരുന്ന ഒരു വസ്ത്രം അഴിച്ചു മാറ്റിക്കൊണ്ട്, എന്റെ ശരീരത്തിൽ നിന്ന് ഈ വസ്ത്രത്തിന് ഞാൻ എങ്ങനെ അഴിച്ചു മാറ്റുന്നുവോ അതുപോലെ ഇത്രയും കാലം ഞാൻ വെച്ചു പുലർത്തിയിരുന്ന ആദർശ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായും മുക്തനാണ്, ഞാൻ അതിൽ നിന്ന് മാറുകയാണ്, തൗബ ചെയ്തു, പരസ്യമായി അത് പറയുകയും ചെയ്തു. തൗബയുടെ ഷർത്തുകളിൽപ്പെട്ടതാ. ആളുകളെ വഴികേടിലേക്കും ദലാലത്തിലേക്കും ക്ഷണിച്ച ആളാണെങ്കിൽ അവൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇല്ലാ മൻ താബ വ ആമന വ അസ്ലഹ, അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നന്നാക്കണം. മറ്റായത്തില് വബയ്യന, അവൻ ആളുകൾക്ക് തെറ്റ് വിവരിച്ചു കൊടുക്കണം. ഇത്രയും കാലം എന്റെ അടുത്ത് തെറ്റായിരുന്നു, ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ക്ഷണിച്ചത്, പ്രബോധനം ചെയ്തത് തെറ്റായിരുന്നു, പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് നേരായ മാർഗം സ്വീകരിച്ച ആളാണ് അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ല. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം എന്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായി എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ സദസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ മുഹമ്മദ് അമാൻ ഇബ്നു അലിയുൽ ജാമി റഹിമഹുല്ല മദീന യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഹദീസ് വിഭാഗത്തിന്റെ തലവനായിരുന്ന മഹാനായി പണ്ഡിതൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന കിബാറുകളായി പണ്ഡിതന്മാരുടെ ഷെയ്ഖായ മുഹമ്മദ് അമാനുൽ ജാമി, അദ്ദേഹത്തിന്റെ അസ്സിഫാത്തുൽ ഇലാഹിയ്യത്തു ഫിൽ കിതാബി വസ്സുന്നത്തിൻ നബവിയ്യ എന്ന് പറയുന്ന മഹത്തായ ആ കിതാബിൽ അദ്ദേഹം പറയുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അബുൽ ഹസൻ അൽ അശ്അരി എന്ന് പറയുന്ന ആ പണ്ഡിതന്റെ തർജമ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചരിത്രം അത് പറയേണ്ട ആവശ്യമില്ല, പ്രസിദ്ധമാണ്. വഖദ് നഖല ഗൈറു വാഹിദിൻ മിൻ അഹ്ലിൽ ഇൽമി ബിത്താരീഖി, ചരിത്രത്തിനെ കുറിച്ച് അറിയുന്ന, മനുഷ്യന്മാരുടെ ജീവചരിത്രം അറിയുന്ന ഒരുപാട്, ഒന്നിൽ കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റുജുവ അബുൽ ഹസൻ അൽ അശ്അരി, അബുൽ ഹസൻ അൽ അശ്അരി അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. അനിൽ ഇഷ്തിഗാലി ബി ഇൽമുൽ കലാം, അശ്അരികളായ ആളുകൾ ഇന്ന് കൊണ്ടു നടക്കുന്ന ഇൽമുൽ കലാം, ഇൽമുൽ കലാമിന്റെ ആകത്തുക വിശ്വാസപരമായ കാര്യങ്ങളിൽ പരിശുദ്ധ ഖുർആനെയും സുന്നത്തിനെയും അവലംബിക്കുന്നതിന് പകരം ബുദ്ധിയെ അവലംബിക്കുന്ന ആളുകൾ. ആ പറയുന്ന ഇൽമുൽ കലാമിൽ നിന്ന് അദ്ദേഹം പിന്മാറി ഇലൽ ഇന്തിസാരി ലി മദ്ഹബി സലഫി വദ്ദിഫാഇ അൻ, സലഫു സാലിഹീങ്ങളുടെ ആ മൻഹജിന്റെ സഹായിയായി, ആ മദ്ഹബിന്റെ സഹായിയായി, അതിന്റെ വക്താവും അതിന്റെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ആളായി അദ്ദേഹം പിന്മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദലാലത്തിൽ നിന്ന്. വഅന്നഹു അല്ലഫ ഫീ ദാലിക മുഅല്ലഫാത്തിൻ, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ ആദർശം പറഞ്ഞുകൊണ്ട്, സലഫി മൻഹജ് പറഞ്ഞുകൊണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും മൻഹജും ഊന്നി പറഞ്ഞുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രമുഖമായ ഒരു ഗ്രന്ഥമാണ് അൽ ഇബാനത്തു ഫി ഉസൂലിദ് ദിയാന എന്ന പേരിൽ അറിയപ്പെട്ട, ഏകദേശം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തിൽ രചിച്ചതാണ്. അതേപോലെ തന്നെ അബുൽ ഹസൻ അൽ അശ്അരി അദ്ദേഹം തൗബ ചെയ്ത് പിന്മാറി എന്നുള്ള ആ ചരിത്രം പറഞ്ഞു അൽ ഹാഫിൽ അബുൽ അസാക്കിർ അൽ മുതവഫ വാഹിദിൻ വസബഇൻ വഖംസിൻ ഹിജ്റ 571 ആ വർഷത്തിൽ മരണപ്പെട്ട അബുൽ അസാക്കിർ, ഹാഫിൽ അബുൽ അസാക്കിർ, അദ്ദേഹത്തിന്റെ കിതാബിൽ തബീയനു കദിബിൽ മുഫ്തരി അലാ അബുൽ ഹസൻ അൽ അശ്അരി, അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അപവാദം പറയുന്ന ആളുകളുടെ കള്ളത്തരം പൊളിച്ചു കാട്ടുക, ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുക എന്നുള്ള പേരിൽ ഗ്രന്ഥമുണ്ട്.
വഖാമ ഫീ ഹാദൽ കിതാബി ബിദ്ദിഫാഇ അനിൽ ഇമാമി വഅഖീദതിഹി. അബുൽ ഹസൻ അഷ്അരി എന്ന് പറയുന്ന ഈ മനുഷ്യനെ കുറിച്ച് പ്രതിരോധിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആദർശം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ കിതാബിലെ ഈ പണ്ഡിതൻ അബുൽ അസാക്കിർ റഹിമഹുല്ല പറയുന്നു, വസയ്യഫ കുല്ലമാ ഖീല ഫീ അഖീദതിഹി. അബുൽ ഹസൻ അഷ്അരിയുടെ വിശ്വാസത്തിനെ കുറിച്ച് വിമർശിച്ചു പറഞ്ഞ ആളുകളുടെ കള്ളത്തരങ്ങൾ അദ്ദേഹം പൊളിച്ചു കാണിക്കുന്നുണ്ട്. وأثبت رجوعه عن الاعتزال بعدما أن أقام عليه 40 سنة وكان لهم إماما. 40 വർഷം അദ്ദേഹം മുഅ്തസിലി വിശ്വാസത്തിലായിരുന്നു, അതിൽ പ്രമുഖനായ ഇമാമും പണ്ഡിതനുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അതിൽ നിന്നിട്ട് പിന്മാറി. ثم ذكر قصة رجوعه. വിശദമായിട്ട് ഈ അബുൽ അസാക്കിർ റഹ്മഹുല്ല ഈ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ആ വിശ്വാസം അദ്ദേഹം ഒഴിവാക്കിയതിന് ശേഷം ഇബ്നുൽ കുല്ലാബി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ അഖീദയിലേക്ക് വരികയാണ്. മുഅ്തസിലി വിശ്വാസം ഒഴിവാക്കി മുഅ്തസിലികൾക്ക് ബുദ്ധി കൊണ്ട്, കിതാബും സുന്നത്തും വെച്ചല്ല, ബുദ്ധി കൊണ്ട് മറുപടി കൊടുക്കുന്ന പ്രമുഖനായ ഒരു ഇൽമുൽ കലാമിന്റെ പണ്ഡിതനാണ് ഇബ്നു കുല്ലാബ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ സദസ്സിൽ വെച്ച് ഞാൻ ചെറിയ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന ഇബ്നു കുല്ലാബിന്റെ ആദർശത്തിലേക്കാണ് വരുന്നത്. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത് പൂർണ്ണമായും അതല്ലെങ്കിൽ അതിൽ മുഖ്യമായത് നിഷേധിക്കുന്ന മുഅ്തസിലി വിശ്വാസത്തിൽ നിന്ന് പോന്ന് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, തഅ്വീൽ ചെയ്യുന്ന, അതല്ലെങ്കിൽ തഫ്വീൽ ചെയ്യുക, അതിന്റെ ആശയമർത്ഥം നമുക്കറിയില്ല, നിഷേധിക്കാനൊന്നും പോകുന്നില്ല മുഅ്തസിലികളെ പോലെ, പക്ഷെ നമുക്ക് അതിന്റെ ആശയമർത്ഥം അറിയില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക പഠിക്കുകയൊന്നും ചെയ്യുന്നില്ല, ഖുർആനിലും സുന്നത്തിലും നമുക്കറിയാത്ത ഒരുപാട് വാക്കുകളുണ്ട് എന്ന് പറയേണ്ടി വരും. ആ പറയുന്ന ഇബ്നു കുല്ലാബിന്റെ ആദർശത്തിലേക്കാണ് ഇദ്ദേഹം വരുന്നത്. അതിന്റെയും ശേഷം ഫഹസുന തൗബത്തുഹു, അതിൽ നിന്നും പിന്മാറി അവസാന കാലത്ത് ഇദ്ദേഹത്തിന്റെ തൗബ നന്നായി. ഫസ്വാറ ബിമസാബത്തി കിതാബിയൻ അസ്ലമ. അഹ്ലി കിതാബിൽപ്പെട്ട ജൂത നസറാക്കളിൽപ്പെട്ട ഒരാൾ ഒരുപാട് വിവരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അതിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഒരാളെ അവസ്ഥയിലേക്ക് അബുൽ ഹസൻ അഷ്അരി വരികയാണ്. വമിമ്മൻ ദക്കറ റുജൂഅ അബുൽ ഹസൻ അനിൽ ഇഅ്തിസാൽ ഇലാ മദ്ഹബി സലഫ്. അബുൽ ഹസൻ അൽ അഷ്അരി ഈ മുഅ്തസിലി വിശ്വാസത്തിൽ നിന്ന്, ലലാലത്തിന്റെ മാർഗത്തിൽ നിന്ന് സലഫികളുടെ മൻഹജിലേക്ക്, മദ്ഹബിലേക്ക് മാറി എന്ന് പറഞ്ഞ അതിൽപ്പെട്ട മറ്റൊരു പണ്ഡിതനാണ് അബുൽ അബ്ബാസ് ഇബ്നു ഖൽഖാൻ. അദ്ദേഹം പറഞ്ഞു, കാന അബുൽ ഹസൻ അൽ അഷ്അരി മുഅ്തസിലിയൻ. അബുൽ ഹസൻ അഷ്അരി ആദ്യം മുഅ്തസിലിയായിരുന്നു, പിന്നെ അതിന് തൗബ ചെയ്ത് പിന്മാറി. അതേപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ അഷ്അരിയ കാന മുഅ്തസിലിയൻ. അഷ്അരി മുഅ്തസിലിയായിരുന്നു. പിന്നെ ബസറയിൽ വെച്ച്, ഇറാഖിലുള്ള ബസറ പട്ടണത്തിൽ വെച്ച് മിമ്പറയുടെ മുകളിൽ വെച്ച് അദ്ദേഹം വസ്ത്രം മൂരി തൗബ ചെയ്ത് അതിൽ നിന്ന് പോന്നു. ഹാഫിളു ദഹബി റഹിമഹുല്ല പറയുന്നുണ്ട്, വ അഖീറൻ. അതേപോലെ തന്നെ മുഹിബ്ബുദ്ദീൻ അൽ ഖത്തീബ് അദ്ദേഹം പറയുന്നുണ്ട്, ഫീ തഅലീഖിഹി അലൽ മുൻതഖ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അൽ മുൻതഖ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിനെ കാര്യങ്ങൾ അതിന് തഅലീഖ് ചെയ്യുന്ന, അതിലുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ഖത്തീബുദ്ദീൻ അൽ ബഗ്ദാദി അദ്ദേഹം പറയും, മുഹിബ്ബുദ്ദീൻ അൽ ഖത്തീബ് അദ്ദേഹം പറയുന്നു, ഇന്നൽ അഷ്അരിയീൻ, ഇന്ന് ലോകത്തറിയപ്പെടുന്ന അഷ്അരികൾ മൻസൂബൂന ഇലാ അബുൽ ഹസൻ അൽ അഷ്അരി, അവർ അബുൽ ഹസൻ അഷ്അരിയിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത് അഷ്അരികൾ. വഖദ് അലിംത, നിനക്ക് വളരെ വ്യക്തമാണ്, അന്ന അബുൽ ഹസൻ അൽ അഷ്അരി, അബുൽ ഹസൻ അൽ അഷ്അരിയുടെ സ്ഥിതി കാനത്ത് ലഹു സലാസത്തു അത്വാർ, അദ്ദേഹത്തിന് 3 ഘട്ടങ്ങളായിരുന്നു. അവലുഹാ ഇന്തിമാഉഹു ഇലൽ മുഅ്തസില, മുഅ്തസിലി ആ അഖീദയിലേക്ക്, ആദർശത്തിലേക്ക് ചേർന്നുകൊണ്ട് 40 വർഷം. അബു അലിയുൽ ജുബ്ബായി എന്ന് പറയുന്ന മാതാവിന്റെ ഭർത്താവിന്റെ അദ്ദേഹത്തിന്റെ അധ്യാപനത്തിൽ ഒരു 40 വർഷം അദ്ദേഹം മുഅ്തസിലിയായിരുന്നു. പിന്നെ അവലുഹ ഇന്തിമാഉഹു ഇലൽ മുഅ്തസില സാനിഹ ഖുറൂജുഹു അലൈഹിം, ആ മുഅ്തസിലികളായ ആളുകൾക്ക് മറുപടി കൊടുക്കുന്ന, അവർക്ക് എതിരായി അവരുടെ ആശയങ്ങളെ, അവരുടെ ആദർശത്തിന് ഗണ്ണിക്കുന്ന ആളായി കുറച്ചു കാലം ഇദ്ദേഹം കഴിച്ചുകൂട്ടി. വമുആറദതുഹു ലഹും, ഈ പറയുന്ന മുഅ്തസിലികളോട് എതിരായിക്കൊണ്ടുള്ള നിലപാട്, ബി അസാലിബ മുതവസ്സിതത്തിൻ ബൈന അസാലിബിഹിം വ മദ്ഹബിസ് സലഫ്, മദ്ഹബ് മുഅ്തസിലികളുടെ ആദർശമല്ല, എന്നാൽ സലഫികളുടെ ആ മൻഹജിലേക്കും അഖീദയിലേക്കും എത്തിയിട്ടില്ല, അതിന്റെ ഇടയിലുള്ള ഇബ്നു കുല്ലാബിന്റെ ആദർശം, അദ്ദേഹത്തിന്റെ നിലപാട്, അങ്ങനെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമത് വത്തൗറു സാലിസ്, മൂന്നാമത്തെ ഘട്ടം, ഇന്തിഖാലുഹു ഇലാ മദ്ഹബിസ് സലഫി വ തഅലീഫിഹി ഫീ ദാലിക കിതാബുഹു അൽ ഇബാന ഫീ ഉസൂലിദ് ദിയാന വ അംസാലു. പിന്നീടാണ് മൂന്നാമത്തെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സലഫുകളുടെ മദ്ഹബിലേക്ക് അദ്ദേഹം വന്നത്. അൽ ഇബാന എന്ന് പറയുന്ന കിതാബും അതുപോലത്തെ കിതാബുകളും അദ്ദേഹം രചിക്കുകയും ചെയ്തു. വഖദ് അറാദല്ലാഹു വഖദ് അറാദ അൻ യൽഖല്ലാഹ അലാ ദാലിക്, ഈ പറയുന്ന സലഫി മൻഹജ്, ഈ അഖീദ, അതിലായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം, മരിക്കണമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുകയും ചെയ്തു. ഇതാണ് മുഹിബ്ബുദ്ദീൻ ഖത്തീബ് റഹിമഹുല്ല പറഞ്ഞത്. വഖാല റഹിമഹുല്ല, അദ്ദേഹം വീണ്ടും മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അമ്മൽ അഷ്അരിയ, അഷ്അരിയത്ത് എന്ന് നിങ്ങൾ ലോകത്ത് കേൾക്കുന്നത്, ആ പറയുന്നവര് ഇസ്മുൻ മദ്ഹബിൽ മൻസൂബി ഇലാ അബുൽ ഹസൻ അൽ അഷ്അരി ഫി ഇൽമിൽ കലാം, ഇൽമുൽ കലാമിൽ അബുൽ ഹസൻ അൽ അഷ്അരിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ്, ആ പേരാണ്.
فكما أنه لا يمثل الأشعري ما كان عليه في طور اعتزاله. യഥാർത്ഥത്തിൽ അശ്അരി എന്ന് പറയുന്ന പണ്ഡിതൻ മുഅ്തസിലിയായ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതിന്റെ വക്താവായിട്ട് അദ്ദേഹം ഇന്ന് അത് അവകാശപ്പെടുന്നില്ല. ഇന്ന് അദ്ദേഹം മുഅ്തസിലിയല്ല, ആദർശമില്ല. അതുപോലെ فإنه ليس من الإنصاف, ഒരിക്കലും നീതിയുക്തമല്ല أن تلصق به الأشعرية بعد أن رجع إلى عقيدة السلف التي أراد أن يلقى الله بها. അദ്ദേഹം സലഫി മാർഗത്തിലേക്ക് മടങ്ങിയതിന്റെ ശേഷം ഈ അശ്അരിയത്ത് എന്ന് പറയുന്ന ഈ ആദർശം, അശ്അരികളുടെ ഇബ്നു കുല്ലാബിന്റെ ആദർശം വിശ്വാസങ്ങളും ഈ പണ്ഡിതനോട് ചേർത്ത് ഈ ആളുകൾ പറയുന്നത് ഒരിക്കലും നീതിയല്ല, അത് അക്രമമാണ്, അത് അതിക്രമമാണ്. ഈ പണ്ഡിതനോട് കാണിക്കുന്ന, മുസ്ലിം ഉമ്മത്തിനോട് കാണിക്കുന്ന ളുൽമാണ്, അത് കളവാണ്, അത് വഞ്ചനയാണ്, അത് വഞ്ചനയാണ്. അബുൽ ഹസൻ അശ്അരി അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് സലഫുകളുടെ അഖീദയിലേക്ക് മടങ്ങി. അല്ലത്തി അറാദ അൻ യൽഖല്ലാഹ ബിഹാ, ആ ആദർശത്തിലായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ബൽ ഇന്നൽ മദ്ഹബൽ അശ്അരിയൽ മൻസൂബ ഇലൈ, ഇന്ന് ലോകത്ത് അബുൽ ഹസനിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്ന ഈ മദ്ഹബ് അശ്അരികൾ എന്ന് പറയുന്നത് ഇന്നമാ യുൻസബു ഇലാ മാ കാന അലൈഹി ഇബ്നു കുല്ലാബിൽ ബസരി, ബസറക്കാനായ ഇറാഖിലുള്ള ഇബ്നു കുല്ലാബി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആദർശത്തിലേക്കാണ് ചേർക്കപ്പെടേണ്ടതും ചേർക്കപ്പെടുന്നതും. ഹിജ്റ 240 വർഷത്തിൽ മരണപ്പെട്ട ഇബ്നു കുല്ലാബ്, കമാ ഔളഹ ദാലിക തഖിയുദ്ദീൻ ഇബ്നു തൈമിയ്യ ഫീ കിതാബിഹി അൽ അഖ്ൽ വൻ നഖ്ൽ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അൽ അഖ്ൽ വൻ നഖ്ൽ, ബുദ്ധിയും അതുപോലെ തന്നെ രേഖകളും അത് തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകുമോ ഇല്ലേ? ശരിയായ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ ബുദ്ധി ഒരിക്കലും പരിശുദ്ധമായ ഖുർആനും സുന്നത്തിനോട് എതിരാകുകയല്ല. പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും വന്നതിനോട് അതേ നിലപാടായിരിക്കും ശുദ്ധമായ ഹൃദയ ബുദ്ധിയുള്ള മനുഷ്യന്റെ ബുദ്ധിയുടെ അവസ്ഥ. വക്രതയുള്ള, ലലാലത്തുള്ള, വഴി പയച്ച ബുദ്ധിക്കാർക്ക് മാത്രമാണ് ഖുർആനും സുന്നത്തും വൈരുദ്ധ്യമുണ്ട്, ഖുർആനും സുന്നത്തിലുള്ള കാര്യങ്ങൾ പരസ്പരം വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നുള്ളൂ. ബുദ്ധിക്ക് യോജിക്കാത്തതാണ്, കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്നൊക്കെ പറയുന്നവര് ശരിക്കുള്ള ബുദ്ധിന്റെ ആളുകളല്ല. വക്രതയുള്ള, അതേപോലെ തന്നെ ശരിയായ ബുദ്ധിയില്ലാത്ത, ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞ് വ്യക്തമായി സമർത്ഥിക്കുന്നുണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ കിതാബില് അൽ അഖ്ലു വൻ നഖ്ൽ എന്നാണ്. ആ കിതാബില് ശൈഖുൽ ഇസ്ലാം ഇത് പറയുന്നു. ഇന്ന് ഈ പറയുന്ന അശ്അരികൾ ശരിക്ക് അവർ ചേർത്ത് പറയേണ്ടതും അവകാശപ്പെടേണ്ടതും അവരുടെ നേതാവും ഇമാമുമായിട്ട് അവർ അംഗീകരിക്കേണ്ടത് ഇബ്നു കുല്ലാബിൽ ബസരിയാണ്, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മനുഷ്യന്. അതല്ലാതെ അഖീദത്തു സലഫിലേക്ക്, ജീവിതത്തിന്റെ അവസാന കാലത്തിലേക്ക് മടങ്ങിയ സത്യാന്വേഷിയായ, ശുദ്ധനായ, മാന്യനായ, ബഹുമാന ആദരണീയനായ ഈ പണ്ഡിതനിലേക്ക് ചേർത്തല്ല. അതവർ പറയുന്നത് ഈ ഒരു ചതി, ഈ ഒരു വഞ്ചന, ഒരു കളവ് ആരോപണമാണ് എന്ന് പറയുന്നു. ഷെയ്ഖുൽ അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഈ പറയുന്ന ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാൻ നമുക്കൊന്നും അറിയൂല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് പോകുന്ന ഈ രീതിയിൽ നിന്ന്, അതിൽ നിന്ന് മുഴുവനും അദ്ദേഹം പിന്മാറിയിട്ടുണ്ട്. അദ്ദേഹം അൽ ഇബാന എന്ന് പറയുന്ന നമ്മൾ മുമ്പ് വായിച്ച മഹത്തായ ആ കിതാബിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഖാല റഹിമഹുല്ലാ, അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാ ആ കിതാബിൽ പറഞ്ഞു, ഫഇൻ ഖാല ഖായിലുൻ, ഒരാൾ പറഞ്ഞാൽ, ചോദിച്ചാൽ, ഖദ് അൻകർതും ഖൗലൽ മുഅ്തസില, മുഅ്തസിലത്തിന്റെ വാദങ്ങൾ മുഴുവനും നിങ്ങൾ നിഷേധിച്ചു, അവരൊക്കെ ദലാലത്തിലാണ് എന്ന് പറഞ്ഞു. മുഅ്തസിലത്തി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത് നിഷേധിക്കുന്ന ആളുകൾ, പൂർണ്ണമായി നിഷേധിക്കുന്ന ജഹ്മു ബിൻ സഫ്വാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ, അതല്ലെങ്കിൽ പ്രമുഖമായ ഒരുപാട് വിശേഷണങ്ങൾ നിഷേധിക്കുന്നവർ, അതല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, അതാണ് മുഅ്തസിലത്ത്. ഖദരിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മുൻകൂട്ടി കാര്യങ്ങളൊന്നും കണക്കാക്കലും തീരുമാനിക്കലൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഉനുഫുൻ, അത് അപ്പക്കപ്പള ഉണ്ടാകുന്നതാണ് എന്നുള്ള. ഇൻഷാ അല്ലാഹ് അഖീദത്തുൽ വാസിത്തിൽ അവരെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ചെറിയ വിശദീകരണങ്ങൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ഖദരിയത്തിന്റെ വാദങ്ങൾ തെറ്റാണ്. ജഹമിയത്ത് എന്ന് പറഞ്ഞാൽ ഈ ജഹ്മു ബിൻ സഫ്വാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വാദഗതി തെറ്റാണ്. ഹറൂരിയത്ത് എന്ന് പറഞ്ഞാൽ ഖവാരിജുകൾ, ഹറൂറ എന്ന് പറയുന്ന സ്ഥലത്ത് രംഗപ്രവേശം ചെയ്ത ഖുലഫാ ഉർ റാഷിദീങ്ങളായ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെയും സഹാബത്തിനുമെതിരിൽ വാളുമായി, ആയുധവുമായി ഇറങ്ങിയ ആളുകൾ, അതേ ചിന്താഗതിയുള്ള ആളുകൾ, ഖവാരിജുകളുടെ ചിന്താഗതിയുള്ള ആളുകൾ ഇന്നും ലോകത്തുണ്ട്, രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ. ഹറൂരിയത്ത് അവരതും തെറ്റാണ്. റാഫിളത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട ഒരുപാട് സഹാബികളെ കുഫാറുകളാണ് എന്ന് പറയുന്ന അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവർ പോലും കുഫാറുകളാണ് എന്ന് വാദമുള്ള ആളുകൾ. ഷിയാക്കൾ എന്നുള്ള പേരിലൊക്കെ നമ്മൾ വിളിക്കുന്ന, അവനെ പേര് വിളിക്കുന്ന ശരിക്കും റാഫിലുകളാണ് അവര്. ഷിയാക്കൾ എന്നുള്ള പേരിനും അവർ അർഹരല്ല. ഇറാൻ എന്ന് പറയുന്ന ആ നാട്ടിലൊക്കെ സുലഭമായിട്ടുള്ള ഭരണകൂടത്തിലും മറ്റുമുള്ള ആളുകൾ റാഫിലുകള്. ആ പറയുന്ന റാഫിദത്ത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരം ചെയ്തു എന്ന് പറയുന്നവരാ.
ഖുർആനിൽ ഒരുപാട് അതിൽ കള്ള ആരോപണങ്ങളുണ്ട്, ഇല്ലാത്തതുണ്ട് എന്ന് പറയുന്നവരാ. റാഫിദത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ നബുവത്ത് ശരിക്ക് അതിന് അർഹൻ അലി ഇബ്നു അബി താലിബാണ് എന്ന് വാദമുള്ളവരാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പേച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കൊണ്ടുപോയി കൊടുത്തു എന്ന് വാദമുള്ളവരാ റാഫിദത്ത്. ഇങ്ങനത്തെ പല ആളുകളുമുണ്ട്. ഇതാ റാഫിദത്ത്, അവരും പേച്ചവരാ. മുർജിഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മുർജിഅത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിനെ നിർവചിക്കുന്ന സമയത്ത് സൽക്കർമ്മങ്ങൾക്ക് യാതൊരു പ്രസക്തിയും നൽകാത്തവര്. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. വിശ്വാസം ഉണ്ടായ കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. അത് പിന്നെ കൂടെ കുറയെ ഒന്നും ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ വിശ്വാസം തന്നെയാണ് സാധാരണക്കാരനായ ഒരു മുസ്ലിമിന്റെതും. ഇതൊക്കെ അതിന്റെ അപകടങ്ങളായി വരുന്ന മുർജിഅത്ത്. ഇവരതൊക്കെ പിഴവാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ, അബുൽ ഹസൻ അശ്അരി പറയാണ് അൽ ഇബാന എന്ന് പറഞ്ഞ കിതാബില്, എന്നാ പിന്നെ ഫഅരിഫൂന ഖൗലക്കും, എന്താ പിന്നെ നിങ്ങളെ ആദർശം, നിങ്ങളെ വിശ്വാസം പിന്നെ എന്താ? ഇവരൊക്കെ പേച്ചവരാ. നിങ്ങളെ വിശ്വാസം എന്താണ്? അല്ലദീ തഖൂലൂന ബിഹി, നിങ്ങൾ പറയുന്ന വദിയാനതുകും അല്ലതീ ബിഹാ തദീനൂൻ, അല്ലാഹുവിന് പിന്നെ ഏതൊരു ആദർശമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ ആദർശം പിന്നെ എന്താ? നിങ്ങളുടെ ദീൻ എന്താണ് എന്നൊരാൾ ചോദിച്ചാൽ, മുഅ്തസിലത്തിൽ പേച്ചവരാണ്. ആ മുഅ്തസിലത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ട നല്ലൊരു ശതമാനം വിശ്വാസമുള്ളവരാണ് ഈ പറയുന്ന അശരീഅത്ത്. അവരതൊക്കെ പേച്ചതാണ് എന്ന് വാദമുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ആദർശം എന്താ, നിങ്ങളുടെ വിശ്വാസം എന്താണ് അബുൽ ഹസൻ എന്ന് ഒരാൾ ചോദിച്ചാൽ, ഖീല ലഹു, അവനോട് പറയപ്പെടും, നമുക്ക് അവനോട് കൊടുക്കാനുള്ള മറുപടി, ഖൗലുന അല്ലദീ നഖൂലു ബിഹി, നമുക്ക് പറയാനുള്ള വാക്ക്, വദിയാനാതുന അല്ലതീ നദീനു ബിഹാ, അല്ലാഹുവിനെ നമ്മൾ അനുഷ്ഠിക്കുന്ന ആദർശം, അത്തമസ്സുകു ബികിതാബി റബ്ബിനാ അസ്സ വജൽ, ഉന്നതനായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്കണം, അതിൽ വന്നതനുസരിച്ച് വിശ്വസിക്കണം. അഖീദത്തുൽ വാസിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇത് തന്നെ നമുക്ക് പറഞ്ഞത്, അത് തന്നെ നമ്മൾ ഇത്ര ദിവസം വായിച്ചതും. വസുന്നത്തി നബിയ്യന അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്ന സഹീഹായിട്ട് വന്നത് മുഴുവൻ നമ്മൾ മുറുകെ പിടിക്കണം. ഒന്നും തള്ളാൻ പാടില്ല, ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല, മുറുകെ പിടിക്കണം. വഫതാവ അനി സഹാബത്തി വത്താബിഈൻ വഅഇമ്മത്തിൽ ഹദീസ്, സഹാബത്തിൽ നിന്ന് വന്ന താബിഈങ്ങളിൽ നിന്ന് വന്ന ഹദീസിന്റെ അഇമ്മത്തുകൾ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അതുപോലെ തന്നെ സുനനിന്റെ ഇമാമുകൾ, ഇമാം തിർമിദി, നസായി, അബൂദാവൂദ്, ഇബ്നു മാജ പോലത്തെ പ്രമുഖരായ ഹദീസിന്റെ ഈ പണ്ഡിതന്മാരിൽ നിന്ന് വന്ന ഫത്വകൾ, അഥവാ ഈ ഖുർആനും ഈ സുന്നത്തും അവർ എങ്ങനെ വിശദീകരിച്ചു തന്നു, എങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നു, ആ പറയുന്ന ഫത്വകൾ, വനഹ്നു ബിദാലിക മുഅ്തസിമൂൻ, നാം അതിൽ മുറുകെ പിടിക്കുന്നവരാ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ് ഈ പറയുന്നത്. ഇത് തന്നെയാണ് നമ്മളും ഇതുവരെ അഖീദത്തുൽ വാസിത്തിൽ കേട്ടതും പഠിച്ചതും. ഇത് തന്നെ നാം പഠിക്കേണ്ടതും. അതാണ് അബുൽ ഹസൻ അശ്അരി റഹിമഹുള്ളയുടെ ആദർശം, അതാണ്. വബിമ, എന്നിട്ട് അദ്ദേഹം തിരിച്ചു പറയാണ്, ആളുകൾക്ക് സംശയമില്ലാത്ത നിലക്ക് പറയാ, വബിമ കാന യഖൂലു ബിഹി അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ, അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ, അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശം, അതുകൊണ്ട് മുറുക്കി പിടിച്ച് പറയുന്ന ആളുകളാ നമ്മള്. നാം ആ ആദർശത്തിൽ ജീവിക്കുന്ന ആളുകളാ. നിങ്ങൾ കേട്ട് ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് എന്ന് പറയുന്ന അബൂ ദുആദും അതുപോലെ തന്നെ മെരീസി പോലത്തെ മുഅ്തസിലത്തിന്റെ ലലാലത്തിന്റെ ആളുകൾ ഖാലിമാരായിട്ടും ഉപദേശകരായിട്ടും അബ്ബാസി ഭരണകൂടത്തിലുള്ള ഖലീഫമാർ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞ സമയത്ത് അവരുടെ ഈ പറയുന്ന ഇമ്മത്തുകൾ, ഹദീസിന്റെ പണ്ഡിതന്മാർ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളാഹുവിന്റെ മുന്നിൽ ഇമാമായി നിന്നുകൊണ്ട് അവർ സഹിച്ച ത്യാഗങ്ങൾ, ദുരിതങ്ങൾ നിങ്ങൾ കേട്ടു. മുഅ്തസിലത്തിന്റെ ആളുകൾ അവർക്കെതിരെ കാണിച്ച കുതന്ത്രങ്ങള്, ഉപദ്രവങ്ങള്, ശല്യങ്ങള്, അത് നിങ്ങൾ കേട്ടു. ആ പറയുന്ന ഉപദ്രവത്തിന്റെ ആദർശത്തിന്റെ മുന്നിൽ മുറുകെ പിടിച്ചു നിന്ന, അടിയുറച്ചു നിന്ന അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളാഹ് എന്താണോ പറയുന്നു ആ ആദർശത്തിലാണ് ഞാനും. അതാണ് നമ്മുടെ വാക്ക്, അതാണ് നമുക്ക് പറയാനുള്ളത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടം കൊണ്ട്, ബഹുമാന ആദരവ് കൊണ്ട് ഇമാം അഹ്മദ് റഹ്മഹുള്ളാഹിനെ കുറിച്ച് പറയുന്നു, നല്ലറല്ലാഹു വജ്ഹഹു, അദ്ദേഹത്തിന്റെ മുഖത്തെ അള്ളാഹു പ്രശോഭിതമാക്കട്ടെ, വറഫഅ ദറജതഹു, അദ്ദേഹത്തിന്റെ പദവി അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ, വഅജ്സല മസൂബതഹു, അദ്ദേഹത്തിന്റെ പ്രതിഫലം അള്ളാഹു മഹത്തരമാക്കി കൊടുക്കട്ടെ. ഖായിലൂൻ, ആ പറയുന്ന ഇമാം പറഞ്ഞ ആദർശമാണ് നമുക്ക് പറയാനുള്ളത്, ആ ദീനാണ് നമുക്ക് അനുഷ്ഠിക്കാനുള്ളത്. വലിമാ ഖാലഫ ഖൗലഹു മുഖാലിഫൂൻ, ആ പറയുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളാഹിയുടെ വാക്കിനോട് എതിരായ ആളുകളോട് മുഴുവനും നമ്മളും എതിരാണ്. മുഅ്തസിലികൾ എതിരാണ്, ഖവാരിജുകൾ എതിരാണ്, ഖദരികൾ എതിരാണ്, ജഹമികൾ എതിരാണ്, റാഫിദികളും ഹറൂരികളും ഈ പറയുന്ന എല്ലാ ആളുകളും അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളാഹിയുടെ എതിരാണ്, അദ്ദേഹത്തിനോട് എതിരാണ് എന്ന് അബുൽ ഹസൻ അശ്അരി അത് വെട്ടിത്തുറന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ലിഅന്നഹുൽ ഇമാമുൽ ഫാദിൽ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളാഹി ഇമാം അഹ്ലുസുന്ന, അദ്ദേഹമാണ് ശ്രേഷ്ഠനായ ഇമാം. വർ റഈസുൽ കാമിൽ, പരിപൂർണനായ നേതാവ് അദ്ദേഹമാണ്.
അല്ലദീ അബാനല്ലാഹു ബിൽ ഹഖ്, സത്യം അദ്ദേഹത്തിനെ കൊണ്ട് അല്ലാഹു തആല അത് വെട്ടിത്തുറന്ന് വെളിവാക്കി കൊടുത്തു. വദഫഅ ബിഹിൽ ളലാൽ, വഴികേടിനെ അദ്ദേഹത്തിനെ കൊണ്ട് അല്ലാഹു തആല പ്രതിരോധിച്ചു. വഔളഹ ബിഹിൽ മിൻഹാജ്, മുഅ്മിനായ മുസ്ലിമായ സുന്നിയായ സലഫിയായ തായിഫത്തുൽ മൻസൂറ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി അദ്ദേഹത്തിനെ കൊണ്ട് അല്ലാഹു തആല വളരെ വ്യക്തമാക്കി വെളിവാക്കി തന്നു. വഖമഅ ബിഹി ബിദഅൽ മുബ്തദിഈൻ, മുബ്തദിഈങ്ങളുടെ ബിദഅത്തിനെ അദ്ദേഹത്തിനെ കൊണ്ട് അല്ലാഹു തആല അടിച്ചൊതുക്കി. വസൈഗ സായിഗീൻ, വഴി പഴച്ച ആളുകളുടെ വഴികേടിനെയും, വശക്ക ശാക്കീൻ, സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ആളുകളുടെ സംശയത്തിനെയും കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ പണ്ഡിതനെ കൊണ്ട് അല്ലാഹു തആല അത് മുഴുവനും നീക്കി വഴി വളരെ വെട്ടിത്തുറന്ന് വെളിവാക്കി തന്നു. ഫറഹ്മത്തുല്ലാഹി അലൈഹി മിൻ ഇമാമിൻ മുഖദ്ദം, മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇമാമാണ് അദ്ദേഹം. അല്ലാഹുവിന്റെ എല്ലാ റഹ്മത്തും അദ്ദേഹത്തിന്റെ മേലുണ്ടാവട്ടെ. വജലീലിൻ മുഅല്ലമിൻ മുഫഖം, ആദരണീയനായ ബഹുമാന്യനായ ഉന്നതനായ ഒരു ഇമാമാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാവട്ടെ എന്ന് മനസ്സ് തുറന്ന് ഒരു സംശയത്തിന് ഇടയില്ലാതെ വെട്ടിത്തുറന്ന് അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ല പറഞ്ഞു. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരോ അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശേഷം വന്ന ഈ പറയുന്ന അശ്അരികളായ ആരെങ്കിലും ഈ പറയുന്ന വാക്കുകൾ പറയാൻ അവർ ഇഷ്ടപ്പെടൂല, കേൾക്കാനും ഇഷ്ടപ്പെടുകയില്ല. അശ്അരികളായ ആളുകളോട് പരിചയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്കി, നിങ്ങൾ ഈ പറയുന്ന അബുൽ ഹസൻ അശ്അരി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്കും ഈ വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അഖീദത്തുൽ വാസിത്തിയ ചെറിയ നിലക്ക് ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ആ സദസ്സിലേക്ക് വരി എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു ക്ഷണിക്കി. ثم قال الأشعري, ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷം അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാ വീണ്ടും പറഞ്ഞു, ഫജുംലത്തു ഖൗലിനാ, നമുക്ക് പറയാനുള്ളത് അൻ നുഖിറ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി, നമ്മൾ അഖീദത്തുൽ വാസിത്തിയിൽ പറഞ്ഞതുപോലെ ഈമാന്റെ 6 കാര്യങ്ങൾ, അർക്കാനുൽ ഈമാൻ, അല്ലാഹുവില്, അവന്റെ മലക്കുകളില്, ഗ്രന്ഥങ്ങൾ, കിതാബുകളില്, പ്രവാചകന്മാരില്, അവസാന നാളില്, ഖദറില് ഒക്കെ വിശ്വസിക്കുന്നു, അത് അംഗീകരിക്കുന്നു നമ്മൾ. ഇലാ അൻ ഖാൽ വമാ റവാഹു സിഖാത്തു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വീകാര്യോഗ്യരായ വിശ്വസ്തരായ റിപ്പോർട്ടർമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തത് മുഴുവനും ലാ നറുദ്ദു മിൻ ദാലിക ഷൈഅൻ, അതിൽ നിന്ന് ഒന്നും തന്നെ നമ്മൾ തള്ളുകയില്ല. ഖബറുൽ ആഹാദ് എന്നോ അതെല്ലാം നമുക്ക് അതിൽ ഉറപ്പില്ല, വിശ്വാസമല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ തള്ളുകയില്ല. നിങ്ങൾ കേട്ടു അശ്അരികൾ പറയുന്നത് ഖബറുൽ ആഹാദ് തള്ളും, കിതാബും സുന്നത്തും അതിൽ നമുക്ക് യഖീന് കിട്ടൂല, അഖലില്ലാതെ അതൊന്നും നമ്മൾ തള്ളൂല. അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാ പറയാണ്. സുമ്മസ്തദ്റദ ഖായിലൻ, തുടർന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം പറഞ്ഞു, വഅന്നല്ലാഹ മുസ്തവിൻ അലാ അർശിഹി, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അർശിന്റെ മേലെയാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ നമ്മൾ അഖീദത്തുൽ വാസിത്തിയിൽ കേട്ടതാണത്. അശ്അരികൾ പറയുന്നു അല്ലാഹു എവിടെയെന്ന് പറയാൻ പറ്റൂല എന്ന അദ്ദേഹം പറയുന്നു. അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാ പറയുന്നു, വഅന്നല്ലാഹ മുസ്തവിൻ അലാ അർശിഹി കമാ ഖാൽ അർറഹ്മാനു അലൽ അർശി ഇസ്തവ വഅന്ന ലഹു വജ്ഹൻ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ബഹുമാന ആദരണീയമായ മുഖമുണ്ട്. കമാ ഖാല തആല വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ഇതൊക്കെ അശ്അരികൾ ഒന്നിരിക്കൽ ദുർവ്യാഖ്യാനം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ മേലെയാണ് എന്ന് പറഞ്ഞാൽ അതിനവർ പറയും അർറഹ്മാനു അലൽ അർശി ഇസ്തൗല, അധികാരം നടത്തി. തഫ്സീറുൽ ജലാലൈനി എന്ന് പറഞ്ഞ ഖുർആന്റെ വ്യാഖ്യാനമുണ്ട്, അതിൽ നോക്കിയാൽ കാണും ഇസ്തൗല എന്ന് കാണും, അധികാരം നടത്തി. വേറെ സ്ഥലത്തൊന്നും അല്ലാഹു തആല അധികാരം നടത്തിയിട്ടില്ലേ? തെളിവ് എന്താന്ന് ചോദിച്ചാൽ അഖ്തൽ എന്ന് പറയുന്ന നസാറാക്കളിൽപ്പെട്ട ഈ കാഫിർ പറഞ്ഞ അത് തെളിവായിട്ട് അവർ പറയും ചെയ്യും. അബുൽ ഹസൻ അശ്അരി പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ബഹുമാന ആദരണീയമായ മുഖമുണ്ട്. വഅന്ന ലഹു യദൈനി ബിലാ കൈഫിൻ, കൈഫിയത്തിന്റെ ആകൃതി രൂപം നമുക്ക് അറിയാത്ത നിലക്ക് അല്ലാഹുവിന് 2 കൈയുണ്ട്. ലിമാ ഖലഖതു ബിയദയ്യ ഫൽ യദാഹു മബ്സൂതതാനി, അതേപോലെ തന്നെ വഅന്ന ലഹു ഐനൈനി ബിലാ കൈഫിൻ, ആകൃതി രൂപം നമുക്കറിയില്ല, 2 കണ്ണ് അല്ലാഹുവിനുണ്ട്. വഅന്ന മൻ സഅമ അന്ന അസ്മാ അല്ലാഹി ഗൈറഹു കാന ളാല്ലൻ, അല്ലാഹുവിന്റെ പേരെന്ന് വേറെയാണ് അല്ലാഹ് എന്ന് വേറെയാണെന്ന് പറഞ്ഞാൽ അവൻ വഴിപഴച്ചവനായി. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അസ്മാ ഉണ്ട്, സിഫാത്ത് ഉണ്ട് എന്നുള്ളത്. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, വഅന്ന ലില്ലാഹി ഇൽമൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇൽമുണ്ട്. കമാ ഖാല അൻസലഹു ബിഇൽമിഹി വനുസ്ബിതു ലില്ലാഹി അസ്സംഅ വൽ ബസറ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കേൾവി ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു, സ്ഥിരീകരിക്കുന്നു, കാഴ്ചയുണ്ട്. വലാ നൻഫി ദാലിക കമാ നഫതുഹുൽ മുഅ്തസിലത്തു വൽ ജഹമിയ്യത്തു വൽ ഖവാരിജ്, മുഅ്തസിലത്ത്, ജഹമിയ്യത്ത്, ഖവാരിജ് പോലത്തെ ഈ വഴിപഴച്ച ആളുകൾ നിഷേധിച്ച പോലെ നാം അതിനെ നിഷേധിക്കുന്നില്ല. വനുസ്ബിതു അന്ന ലില്ലാഹി ഖുവ്വതൻ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ശക്തിയുണ്ട്, നമ്മളത് സ്ഥിരീകരിക്കുന്നു. ഈ പറയുന്ന വിശേഷണങ്ങൾ പലതും ഈ പറയുന്ന അശ്അരികൾ അവരൊന്നിരിക്കൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. പൂർണ്ണമായി നിഷേധിച്ചു എന്ന് പറയാതെ തഅ്വീൽ ചെയ്യാ എന്ന് പറയും അവർ. യഥാർത്ഥത്തിൽ അത് തഅ്വീലല്ല, അത് തഹരീഫ് എന്നാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ
നമ്മളത് സ്ഥിരീകരിക്കേണ്ടത് സ്ഥിരീകരിക്കും. അള്ളാഹുവും അവന്റെ റസൂലും നിഷേധിച്ച കാര്യങ്ങൾ നിഷേധിക്കും. അതിൽ യാതൊരു തഹരീഫും ദുർവ്യാഖ്യാനമില്ലാതെ. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഇവരതിനെ ദുർവ്യാഖ്യാനം ചെയ്യും. വനഖൂലു ഇന്ന കലാമല്ലാഹി ഗൈറു മഖ്ലൂഖിൻ, നിശ്ചയം അള്ളാഹുവിന്റെ കലാമ് അത് മഖ്ലൂഖല്ല. വഅന്നഹു ലം യഖ്ലുഖ് ശൈഅൻ ഇല്ലാ വഖദ് ഖാല ലഹു കുൻ, അള്ളാഹു ഏതൊരു വസ്തുവിനെയും സൃഷ്ടിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുമ്പോൾ കുൻ എന്ന് പറയും, അപ്പൊ അതുണ്ടാകും. ഇലാ ആഖിരി കലാമിഹി, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഏകദേശം ഇതുപോലത്തെ ധാരാളം വാക്കുകളുണ്ട്. ചരിത്രത്തിന്റെ കിതാബുകളിൽ പണ്ഡിതന്മാർ എഴുതി വെച്ചത് വളരെ വ്യക്തമായ രേഖകളുണ്ട്. ഈ അബുൽ ഹസൻ അശ്അരി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിലേക്ക്, അഖീദയിലേക്ക് മടങ്ങി. അതുപോലെ അശ്അരികൾ അവരുടെ ഏറ്റവും പ്രമുഖരായ അഇമ്മത്തുകൾ, ഇമാമുകളാണ് എന്ന് പറയുന്ന അൽ ഇമാമുൽ ജുവൈനി, അതേപോലെ തന്നെ ജുവൈനിയുടെ മകൻ ഇമാമുൽ ഹറമൈനി എന്നൊക്കെ 4 വർഷം ഹറമിന്റെ പരിസരത്ത് മക്കയിൽ താമസിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഇമാമുൽ ഹറമൈനി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഇവർക്ക് വലിയ പണ്ഡിതന്മാരാണ്. ഒരുപാട് വിജ്ഞാനങ്ങൾ അവർക്കുണ്ട്. പക്ഷേ അവർക്കൊക്കെ സത്യാന്വേഷണത്തിന്റെ പേരിൽ അവർക്ക് ഇൽമുൽ കലാമിലും മുഅ്തസിലത്തിന്റെ ഇതുപോലത്തെ ലലാലത്തിന്റെ വിശ്വാസങ്ങളിലും ഈ പറയുന്ന ഇബ്നു കുല്ലാബിന്റെ ആദർശങ്ങളിലൊക്കെ ചെന്നുപെട്ടു എന്നുള്ളതാണ്. ധാരാളം ഇൽമുണ്ടായിരുന്നു. ശരിക്ക് അത് സ്വീകരിക്കേണ്ട, ഇൽമു സ്വീകരിക്കേണ്ട, ഒന്നിരിക്കൽ സ്വീകരിക്കേണ്ട ആളുകളെടുത്തുള്ള പേവുകൾ, അതല്ലെങ്കിൽ അതിന് സ്വീകരിക്കേണ്ടുന്ന മാർഗങ്ങൾ അവരവലംബിക്കാത്തതുകൊണ്ട്, പരിശുദ്ധ ഖുർആനെയും സുന്നത്തിനെയും കൈയൊഴിച്ചതുകൊണ്ട്, അതിൽ നിന്ന് ശരിക്കൊരു യഖീന്, ശരിക്കൊരു ആദർശം, ശരിക്കൊരു വിശ്വാസം നമുക്ക് കിട്ടൂല എന്നുള്ള തെറ്റായ ധാരണകൾ മനസ്സിലാക്കിയത് കൊണ്ടൊക്കെ ഇവരിങ്ങനെ ഇതുപോലത്തെ വഴിപയച്ചു പോയി. ജീവിതത്തിന്റെ അവസാനത്തിൽ സലഫു സാലിഹീങ്ങളുടെ അഖീദത്തു സലഫ് എന്ന് പറയുന്ന സലഫുകളുടെ അഖീദ അതാണ് ശരി എന്ന് പറഞ്ഞ ഒരുപാട് വാക്കുകള്, കുറ്റബോധങ്ങള്, അതുപോലെ തന്നെ തൗബകള്. ഫഖ്റുദ്ദീനുർ റാസി നമ്മൾ കേട്ടിട്ടുണ്ട്. തഫ്സീറിന്റെ ഏറ്റവും നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ തഫ്സീർ എന്നുള്ള തഫ്സീറുൽ കബീർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫഖ്റുദ്ദീനുർ റാസി, ഇവരൊക്കെ ജീവിതത്തിന്റെ അവസാനത്തില് ഒരുപാട് കാലം ചിന്തകളും ബുദ്ധിയും ഉപയോഗിച്ച് ശരിയായ ഒരു ആദർശത്തിലേക്ക്, ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയാതെ വെപ്രാളത്തിന്റെ വാക്കുകൾ പറഞ്ഞ്, പ്രയാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഈ പറയുന്ന ഇമാമുൽ ഹറമൈനി അദ്ദേഹത്തിന്റെ ചില വാക്കുകളിൽപ്പെട്ടത് അദ്ദേഹം പറയുന്നു. വഖാല ഇൻദ മൗതിഹി, ഇമാമുൽ ഹറമൈനി അദ്ദേഹം മരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്ക്, ലഖദ് ഖുൽതു അൽ ബഹ്റൽ ഖുല്ലം, ആഴമുള്ള കടലിൽ ഞാൻ പ്രവേശിച്ചു. വഖല്ലൈതു അഹ്ലൽ ഇസ്ലാമി വഉലൂമഹും, ഇസ്ലാമിന്റെ ആളുകളെയും അവരുടെ ഇൽമ്, ഇസ്ലാമിന്റെ ആളുകളുടെ ഇൽമ് എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും അതൊക്കെ ഞാൻ ഒഴിവാക്കി. വദഖൽതു ഫില്ലദീന ഹൗനി അന്നു, എന്നോട് ഇൽമുൽ കലാം സ്വീകരിക്കരുതേ, അതിന്റെ പിന്നിൽ പോകരുതേ, ബുദ്ധിനെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകരുതേ എന്ന് പറഞ്ഞിരുന്നു. അത് സ്വീകരിക്കാതെ ഞാൻ അതിൽ പ്രവേശിച്ചു. കുല്ലു ദാലിക ഇജ്തിഹാദും ഫീ തലബിൽ ഹഖ്, സത്യാന്വേഷണമാണ് ഇതിലൊക്കെ. അതല്ലാതെ മുതലെടുപ്പോ, ആളുകളെ പേപ്പിക്കേ, അതല്ലെങ്കിൽ ഭൗതികമായ സമ്പത്ത് അത് ജനങ്ങളിൽ നിന്നിട്ട് അത് വാങ്ങാൻ വേണ്ടി ജൂത പണ്ഡിതന്മാരെ പോലത്തെ സ്വഭാവം, സത്യം അന്വേഷിച്ചുകൊണ്ടാണ് പോയത്. ഇങ്ങനെയൊക്കെ പോയതിന്റെ ശേഷം ഫൽ ആൻ, ഇപ്പൊ മരിക്കാൻ കടക്കുന്ന സമയത്ത്, ഇല്ലം യതദാറകനി റബ്ബി ബിറഹ്മതി, എന്റെ റബ്ബ് അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൽ വൈലു ലി ഫുലാൻ, സ്വന്തം പേര് പോലും ഉച്ചരിക്കാതെ എല്ലാവിധ നാശവും ഇന്നാലിന്നവന്, എല്ലാവിധ നാശവും, പാടില്ലാത്ത കാര്യങ്ങൾ, ഇൽമുൽ കലാം പഠിക്കരുത്, അത് നോക്കരുത്. കിതാബു സുന്നത്തിന്റെ പിന്നിൽ നിങ്ങൾ കൂടണം. കിതാബുല്ലാഹി വസുന്നത്തി, പരിശുദ്ധ ഖുർആനും എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. അതിൽ നിന്ന് ഹിദായത്തിനെ തേടണം, അതിനോട് പിന്തുടരണം, അതിനോട് പിൻപറ്റണം എന്ന് പറഞ്ഞത് സ്വീകരിക്കാതെ മറ്റുള്ള വിജ്ഞാനങ്ങള്, മറ്റുള്ള ഇൽമുകള്, മറ്റുള്ള വിസ്ഫോടനങ്ങൾ എന്ന് പറഞ്ഞു പോയി ഈ മരിക്കാൻ പോകുന്ന സമയത്ത് എന്റെ റബ്ബിന്റെ റഹ്മത്ത് എന്നെ അത് ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൽ വൈലു ലി ഫുലാൻ, എല്ലാവിധ നഷ്ടവും നാശവും ഈ മനുഷ്യന് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ പുറമെ വഹാ അന അമൂതു അലാ അഖീദത്തി ഉമ്മി, എന്റെ ഉമ്മാന്റെ ഒരുപാട് വിവരം പഠിപ്പൊന്നും ഉണ്ടാകൂല, പക്ഷേ ശരിക്ക് അഖീദത്തു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിക്കുള്ള ആദർശം ക്ലിയർ ആയിരിക്കും. പ്രായം ചെന്ന ആളുകള്, സ്ത്രീകള്, പുരുഷന്മാരുണ്ടാകും. ബുദ്ധിയുണ്ട്, നല്ല വിവരമുണ്ട്, പാണ്ഡിത്യമുണ്ട്, നല്ല ചിന്താശക്തി ഉണ്ട് എന്ന് പറയും. ഇതുപോലെ തെണ്ടിത്തിരിഞ്ഞ് ഒരുപാട് കാലം കഴിച്ചുകൂട്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു, ഒരുപാട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അത് മുഴുവൻ ലലാലത്തേനും. ഈ പ്രായാധിക്യമുള്ള വയസ്സായ സ്ത്രീകൾ ഗ്രാമത്തിൽ കഴിച്ചുകൂട്ടുന്ന അവർക്ക് ശരിക്കുള്ള കിതാബ് സുന്നത്തിൽ നിന്നുള്ള വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്. ഉള്ളത് ക്ലിയർ ആയിരിക്കും. അതിൽ ചതിയും വഞ്ചനും ഇതുപോലത്തെ ലലാലത്തുണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, ഞാൻ എന്റെ ഉമ്മാരെ അഖീദയിലായിട്ട് മരിക്കുകയാണ്, വിശ്വാസത്തിലായിട്ട് മരിക്കണു. അബുൽ ഹസൻ അശ്അരി പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്തൊക്കെ പറഞ്ഞത് മുഴുവനും ഞാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ ആദർശത്തിലായിട്ട് ഞാൻ എന്താ പോണു.
അതല്ല, ഇമാമുൽ ഹറമൈനി പറഞ്ഞു അലാ അഖീദത്തി അജായിസ് നൈസാബൂർ, നൈസാബൂർ പട്ടണത്തിലുള്ള കളവികളായ മുസ്ലിം സ്ത്രീകളുടെ ആ ആദർശം, അത് കിട്ടിയാൽ മതി. ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് തന്റെ ഉള്ളിൽ കയറ്റി, ഒരുപാട് പറഞ്ഞു, എനിക്കതൊന്നും ഫലം ചെയ്തില്ല. നഷ്ടങ്ങളും സങ്കടങ്ങളുമായിക്കൊണ്ട് പറഞ്ഞ് ഫഖ്റുദ്ദീൻ റാസിന്റെ വാക്കുകളുണ്ട്, ഇതുപോലത്തെ വാക്കുകൾ. ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹം പറഞ്ഞു, ഞാൻ അഖീദത്തുൽ വാസിദയുടെ തുടക്കത്തിൽ അത് പറഞ്ഞിരുന്നു, നിഹായത്തു ഇഖ്ദാമിൽ ഉഖൂലി ഇഖാലു, ബുദ്ധിനെ ഉപയോഗിച്ചുകൊണ്ട് പോയ ആളുകളുടെ പര്യവസാനം അതൊക്കെ കെട്ടിക്കുടുക്കുകളാണ്, ഒരു സമാധാനം സ്വസ്ഥതയില്ല. വഅക്സറു സഅയിൽ ആലമീന ളലാലു, ലോകത്തുള്ള ആളുകൾ ഒരുപാട് ഓടി നോക്കി, അത് മുഴുവനും വഴികേടാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു പറഞ്ഞു അൽ ഇൽമു ഖാലല്ലാഹു ഖാല റസൂലുഹു ഖാല സഹാബ. ശരിക്ക് പഠിക്കേണ്ടത്, മുസ്ലിമീങ്ങൾ അവലംബിക്കേണ്ടത്, അവർക്കുള്ള ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂല് പറഞ്ഞു, അത് സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നു. ഇതാണ് സലഫിയത്ത്. അതിന്റെ പിന്നിലാണ് പോകേണ്ടത്, അതിനോടാ പിന്തുടരേണ്ടത്. ലോകത്തുള്ള ആളുകൾ ഒരുപാട് ഓടി നോക്കുന്നതൊക്കെ വഴികേടാണ്. വഅർവാഹുനാ ഫീ വഹ്ശത്തിൻ മിൻ ജുസൂമിന, നമ്മുടെ ആത്മാക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോ ഒരുപാട് പ്രയാസത്തിലാണ്, ഒരസ്വസ്ഥത്തിലാണ്, സമാധാനമില്ലാത്ത അവസ്ഥ. വഹാസിലു ദുനിയാന അദൻ വവബാലു, നമ്മുടെ ദുനിയാവിന്റെ അവസ്ഥ ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും, അത് മാത്രമാണ് കിട്ടിയത്. വലം നസ്തഫിദ് മിൻ ബഹ്തിനാ തൂല ഉംരിന, ഇത്രയും കാലം നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തു, അന്വേഷിച്ചു നടന്നു, ഒന്നും കിട്ടിയില്ല. സിവാ അൻ ജമഅനാ ഫീഹി ഖീല വഖാലു, പറയപ്പെട്ടു, അങ്ങനെ പറഞ്ഞു എന്നുള്ള രേഖയില്ല, തെളിവില്ല. അഖീദത്തുൽ വാസിയ തുടക്കം മുതൽ അവസാനം വരെ ഒരാൾ ശരിക്ക് കേട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഖാലല്ലാഹു ഖാല റസൂലുഹു, ഖാലല്ലാഹു എന്റെ ആദർശം ഇന്നതാണ്, അതിന് തെളിവ് ഖുർആനിൽ ഇന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇന്നതാണ് എന്നുള്ളത് അല്പം കൂടി വിശദീകരിക്കേണ്ടതാണ്. സമയം കുറവായതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി എന്നുള്ളതാണ്. പിന്നെ ഒരു സംശയമുള്ളത്, ഇങ്ങനെയാണ് അശ്അരിയത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ ലോകത്ത് ഇത്രയും തോന്നെ രാജ്യങ്ങളിൽ, ഇത്രയും കൂടുതൽ രാജ്യങ്ങളിൽ ആളുകൾ എന്തുകൊണ്ട് അഹ്ലുസുന്നയുടെ അഖീദ ഇതാണ്, വിശ്വാസം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ അതിന് ഇത്രത്തോളം ഒരു പ്രചാരണം, ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരം എന്തുകൊണ്ട് കിട്ടി? ഷെയ്ഖ് മുഹമ്മദ് ജാമി റഹിമഹുല്ല അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ചില കാരണങ്ങൾ അദ്ദേഹം ഒന്ന് പറയുന്നത്, അതിൽപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, അശ്അരികളായ ആളുകൾ ജനങ്ങളെ നേരിടുന്ന സമയത്ത്, പ്രത്യേകിച്ച് മുഅ്തസിലത്തിനൊക്കെ അവർ മറുപടി കൊടുക്കുന്ന സമയത്ത് കിതാബ് സുന്നത്തിനെ അവലംബിക്കുന്നതിന് വരെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ജനങ്ങളെ നേരിടുക. അപ്പൊ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. ഒരു സദസ്സിൽ ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേൾക്കാൻ ആളുകൾ കുറവായിരിക്കും. നേരെ മറിച്ച് ജനങ്ങളുടെ ഇടയിൽ പേരും പ്രശസ്തിയുള്ള ആളുകളെ വാക്കുകളും, ഇന്ന ശാസ്ത്രജ്ഞൻ ഇത് പറഞ്ഞു, ഇന്ന ഡോക്ടർ ഇത് പറഞ്ഞു, ഇന്ന രാഷ്ട്രീയ നേതാവ് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കയ്യിലെടുക്കുന്ന നിലക്ക് ഒരുപാട് വിശദീകരിക്കാൻ പോയാൽ ആളുകളെ കിട്ടും, ജനങ്ങളത് അംഗീകരിക്കും. ഇന്നും അങ്ങനെ തന്നെ. ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു, ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് കേൾക്കാൻ ഒരു ഇഷ്ടം തോന്നൂല. എന്നോട് ചില ആളുകൾ പറയുന്നുണ്ട്, അഖീദത്തുൽ വാസിയ ഇങ്ങനെ വായിച്ചു കൊടുത്താൽ ആളുകൾക്ക് അത് പലപ്പോഴും ഇഷ്ടപ്പെടൂല, ജനങ്ങൾക്ക് വേണ്ടി സ്റ്റേജിനെ കയ്യിലെടുക്കുന്ന നിലക്കുള്ള സംസാരങ്ങളാണ്, സ്റ്റേജിനെ കയ്യിലെടുക്കുന്ന ആളുകൾ അങ്ങനെ കോരിത്തെരിപ്പിക്കുന്ന നിലക്കുള്ള വിശദീകരണങ്ങളാണ്. ഇങ്ങനെ വെറും അഖീദത്തുൽ വാസിയ വായിച്ച് ഷെയ്ഖ് ഉസൈമീന്റെ കൗല് അല്ലാഹു തആല പറഞ്ഞു, റസൂല് പറഞ്ഞു, ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞു, ഇബ്നു തൈമിയ്യ പറഞ്ഞു എന്നാണ് ആളുകൾക്ക് എന്താവില്ല, വല്ലാതെ ഇങ്ങോട്ട് മനസ്സിക്ക് തട്ടൂല. ചില ആളുകൾ എന്നോട് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് എനിക്കറിയാം, സഹോദരന്മാര്. ഇതാണ് അശ്അരികളായ ആളുകൾ മുഅ്തസിലത്തിനെയും മറ്റുള്ള ആളുകളെയും നേരിടുന്ന സമയത്ത് അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് അവർ ഗണ്ണിക്കും. അപ്പൊ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള ആളാ, നല്ല പ്രസംഗകനാണ്, നല്ല ഖുത്ബ പറയുന്ന ആളാ, നല്ല ബുദ്ധിയുള്ള തന്റേടുള്ള നല്ല സമർത്ഥനാണ്, ശത്രുക്കളെ അടിച്ചിരുത്താൻ കഴിയുന്ന ആളാണ് എന്ന് പറയും. അപ്പൊ ഇതുപോലത്തെ ജനങ്ങൾക്ക് ഇടയിൽ അംഗീകാരം അവർക്ക് കിട്ടും. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഹദീസുകൾക്ക് ആ കാലഘട്ടത്തിൽ ജനങ്ങടിയിൽ ഇത്തരത്തോളം പ്രചാരമില്ലായിരുന്നു. ഇമ്മത്തുകൾ കിതാബുകൾ ഉണ്ടാക്കി ഹദീസുകൾ എഴുതി വെച്ചു എന്നുള്ളതല്ലാതെ ജനങ്ങൾ കാര്യമായിട്ട് അവരുടെ മദ്ഹബിന്റെ ഇമാമികളുടെ കൂടെയും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ ഇന്നും അങ്ങനെ തന്നെ. ഏതൊരു സദസ്സിൽ വെച്ച്, മുസ്ലിമീങ്ങളുടെ സദസ്സുകളിൽ വെച്ച് നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവിടെ ഖുർആനും ആ ഖുർആനിന്റെ വിശദീകരണമായി ഹദീസുകൾ പറയുന്നത് വളരെ അപൂർവമായിരിക്കും, കുറവായിരിക്കും. നേരെ മറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടാകും, ഒരുപാട് ഖുത്ബയുണ്ടാകും, പ്രസംഗമുണ്ടാകും. സഹീഹായ ഹദീസുകൾ അവിടെ തെളിവായിക്കൊണ്ട് പറയുന്നത് വളരെ കുറവായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഹദീസുകൾ, അതിനെക്കുറിച്ചുള്ള ജനങ്ങൾക്കുള്ള താല്പര്യം ആ കാലഘട്ടത്തിൽ കുറവായിരുന്നു, ഈ കാലഘട്ടത്തിലും കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് സലഫു സാലിഹീങ്ങളുടെ മുൻഗാമികളായ സലഫുകളുടെ അഖീദ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ അത് വളരെ കുറവാണ്. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം. ഒരുപക്ഷെ അഖീദത്തുൽ വാസിത്തിയ പോലത്തെ കിതാബൊന്നും നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല സ്ഥലങ്ങളിലും വായിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. ആളുകൾ അത് വായിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്.
ഇങ്ങനത്തെ ചില കാരണങ്ങളൊക്കെ ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നു. പിന്നെ ഭരണാധികാരികളായ ആളുകളുടെ സ്വാധീനം. ചില ഭരണാധികാരികൾ, മുഅ്തസിലികളുടെ ചരിത്രം നിങ്ങൾ കേട്ടു. മഅ്മൂനെ പോലത്തെ, മുഅ്തസിമിനെ പോലത്തെ, വാസിഖിനെ പോലത്തെ ഭരണാധികാരികൾ ഈ പേച്ച ആദർശങ്ങൾ സ്വീകരിക്കുമ്പോൾ അവരുടെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരെന്താകും, അഹ്ലുസുന്നനെ പീഡിപ്പിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ എന്താകും, ഭരണാധികാരികളുടെ സമ്മർദ്ദത്തിന്റെ മുന്നിൽ അവർ വഴങ്ങിക്കൊടുത്തുകൊണ്ട് പ്രലോഭനങ്ങളുടെ മുന്നിൽ വഴങ്ങിക്കൊടുക്കും. അങ്ങനെ ആളുകൾ ഈ പേച്ച വിശ്വാസത്തിന്റെ ആളുകളായി മാറും. ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, ചുരുക്കുന്നു. ചുരുക്കത്തിൽ അശ്അരികൾ എന്ന പേരിൽ അഭിമാനം കൊണ്ട് നടക്കുന്ന ആളുകൾ അബുൽ ഹസൻ അശ്അരി എന്ന് പറയുന്ന ആ ഇമാമിനേറ്റോ അതല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി, ജനങ്ങളെ ചതിക്കാൻ വേണ്ടി ആ പേര് സ്വീകരിച്ചുകൊണ്ട് അവർ പോകുന്നു. അതല്ലെങ്കിൽ സത്യത്തിന്റെ ആളുകളും നീതിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമാണെങ്കിൽ അവർ പറയേണ്ടത് കുല്ലാബികൾ എന്നുള്ള ആ പേര് സ്വീകരിച്ചുകൊണ്ട് അതിൽ അവർ ജീവിക്കുകയും അവരുടെ ആദർശത്തിൽ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. കുല്ലാബികളാണ് എന്ന് അതിനവർ തയ്യാറാവുകയില്ല. ഇതാണ് ചുരുങ്ങിയ നിലക്ക് എന്റെ പരിമിതമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അറിയിക്കാനുള്ളത്, നിർത്താനുള്ളത്. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.